السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا سواء الطريق وجعل لنا التوفيق خير رفيق، والصلاة والسلام على من أرسله هدى هو بالاهتداء حقيق، ونورا به الاقتداء يليق، وعلى آله وأصحابه الذين صعدوا في مناهج الصدق بالتصديق، وصعدوا في معارج الحق بالتحقيق. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيبي يا رسول الله. بسم الله العظيم القدرة والشان شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. في جنات يتساءلون عن المجرمين ما سلككم في سقر.
نك من المصلين ولم نك نطعم المسكين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين وكنا نكذب بيوم الدين حتى أتانا اليقين صدق الله مولانا العظيم. قال رسول الله صلى الله عليه وسلم إن الله لا يقبل العلم انتزاعا ينتزعه من العباد ولكن يقبل العلم بقبض العلماء حتى اتخذ الناس رؤوسا جهالا فسئلوا فأفتوا بغير علم فضلوا وأضلوا صدق رسول الله صلى الله عليه وسلم. رب رب ربه لم يعرفا ولم يروب ربيبه لكن أضل القوم بالآراء راء لا إله إلا الله محمد رسول الله زر ضريح المصطفى وزد إقامة به زرت حميم زاويا عن قلبك زلزال زال لا إله إلا الله മഹനീയമായി സദസ്സിന് അധ്യക്ഷം അലങ്കരിക്കുന്ന ആദരണീയനായ ഉറൂസ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ സയ്യിദ് UK സൈഫുല്ലാ തങ്ങൾ അൽ ബുഖാരി അവറുകൾ, നമുക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ച പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ബഹുമാന്യനാകുന്ന ഉസ്താദ് ഇബ്രാഹിം ഫൈസി അവറുകൾ, ഈ സദസ്സ് ആത്മീയ നേതൃത്വം കൊണ്ട് ധന്യമാക്കിയിട്ടുള്ള ബഹുമാന്യരാകുന്ന സയ്യിദ് പൂക്കുഞ്ഞി തങ്ങൾ അവറുകൾ, ബഹുമാന്യരാകുന്ന സയ്യിദ് അതാഉല്ലാ തങ്ങൾ അവറുകൾ, വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന പ്രിയപ്പെട്ട സാദാത്യങ്ങൾ, ബഹുമാന്യരാകുന്ന നമ്മുടെ മഹലിൻ്റെ ദീർഘകാല മുദരിസ് കൂടിയായ ഉസ്താദ് അബ്ദുൽ ഖാദിർ മദനി ഉസ്താദ് അവറുകൾ, ഖതീബ് ബഹുമാന്യരാകുന്ന അഷ്റഫ് ഫൈസി അവറുകൾ, പ്രിയപ്പെട്ട ഉലമാക്കൾ, വിവിധ മഹല്ലുകളിലെ കർമ്മോത്സുകരായ പരിപാലക സമിതി അംഗങ്ങൾ, ആത്മീയ നേതൃത്വങ്ങളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹനീയമായ സംഗമം അവൻ ഇഷ്ടപ്പെട്ട അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പ് ചെയ്യുകയും ശിഷ്ടകാല ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിച്ച് അവസാനം കലിമ ഉച്ചരിച്ച് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും നസീബാക്കട്ടെ. ഈ സദസ്സിന് ആത്മീയ നേതൃത്വം നൽകുന്ന പ്രായമേറെ ആയിട്ട് പോലും
ഈ സദസ്സിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സദസ്സിൽ വന്നു ചേർന്നിട്ടുള്ള നമ്മുടെ നേതൃത്വങ്ങൾ, പ്രിയപ്പെട്ട സാദാത്യങ്ങൾ, നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ വന്നിരാകുന്ന ഇബ്രാഹിം ഫൈസി ഉസ്താദ് അവர்கள் സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ഉദ്യാവരം പ്രദേശത്ത് 100-200ഓളം വരുന്നതാകുന്ന സയ്യിദന്മാരുടെ സാദാത്യങ്ങളുടെ ആത്മീയ നേതൃത്വമുണ്ട്. അള്ളാഹുർക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചൊരിയട്ടെ. ആ കുടുംബത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും എല്ലാ ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ അടക്കം ചെയ്തിട്ടുള്ള മഹാന്മാരുടെ പൊരുത്തവും മദതും ഹിഫ്ളും ഹിമായത്തും അള്ളാഹു നമ്മളിലും സന്താന പരമ്പരകളിലും അള്ളാഹു നസീബാക്കട്ടെ. സർവോപരി നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. 1-2 കസേര ഇവിടെ ഫ്രണ്ടിൽ ഒഴിവുണ്ട്. വാളണ്ടിയേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ആരെങ്കിലും പുറകിൽ നിൽക്കുന്നവർക്ക് സൗകര്യപ്രദമാകുന്ന നിലയ്ക്ക് സജ്ജീകരിക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, 5 വർഷം കൂടുമ്പോഴാണ് നമ്മുടെ ഉറൂസ് നടക്കാറുള്ളത്. ഇനി നമുക്കിതുപോലൊരു കൂടിക്കാഴ്ചയ്ക്ക് 5 വർഷം കഴിയണം. അങ്ങനെ ഒരു ഉറൂസ് നടന്നാൽ തന്നെ എത്ര ആളുകൾ നമ്മളിൽ അതിൽ ശേഷിക്കും? പ്രഭാഷണം നടത്തുന്ന ഈ വിനീതൻ ഉണ്ടാകുമോ? ഇതിൻ്റെ ശ്രോതാക്കളായി വന്നു ചേർന്നിട്ടുള്ള നമ്മുടെ ആത്മീയ നക്ഷത്രങ്ങളായി നിലകൊള്ളുന്ന സമുന്നതരായ സാദാത്യങ്ങളുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന ഉമറാക്കളുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, പ്രായമേറെയുള്ളവർ, ചെറുപ്പക്കാർ, യുവാക്കൾ, യുവതികൾ. ആരാണ്, എപ്പോഴാണ്, ഏത് രീതിയിലാണ് അള്ളാഹുവിലേക്ക് വേഗം പോകുക എന്ന് പറയാൻ നിശ്ചയിക്കാൻ പറ്റാത്ത കാലഘട്ടം. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ് പ്രദാനം ചൊരിയുമാറാവട്ടെ. അല്പം മുമ്പ് ബഹുനിരാകുന്ന അതാഉല്ലാ തങ്ങൾ തവല്ലല്ലാഹു ഉംറഹു, അള്ളാഹു നമ്മുടെ സദാത്യങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നസീബാക്കുമാറാവട്ടെ. അവരെന്നോട് പങ്കുവെക്കുകയുണ്ടായി, ഞാൻ എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ വിവരം പറയുന്നുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് പങ്കുവെച്ചത് 38 വർഷമായി എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ട്. ആദ്യം പോയത് പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയാണ്. ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഹക്ക് ആരോടാണ് ഞാൻ വീട്ടേണ്ടത്? ഹബീബേ, പറയുമോ റസൂലേ? കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായിയോട് പറഞ്ഞു കൊടുക്കുന്നു, ഉമ്മുക, നിന്റെ മാതാവിനോടാണ്, ഉമ്മയോടാണ് ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും വെച്ച് പുലർത്തേണ്ടത് നിന്റെ ഉമ്മയോടാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അടുത്തതാരോട് എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നു, ഉമ്മക, ഉമ്മയോടാണ്, മാതാവിനോടാണ്. ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, ഉമ്മ കഴിഞ്ഞാൽ ആരോടാണ്? സുമ്മമൻ യാ റസൂലല്ലാഹ്, അടുത്തതാരാണെന്നറിയുകയാണ് ലക്ഷ്യം. നബി തങ്ങൾ മൂന്നാമതും പറഞ്ഞത് ഒരേ ഒരു വാക്ക് മാത്രമാണ്, ഉമ്മുക, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്, ഉമ്മയാണ്. നാലാമതായിട്ട് നബി തങ്ങൾ പറയുന്നു, നാലാമത്തെ ചോദ്യത്തിന് മറുപടിയായി പറയുന്നു, അബൂക, ഉമ്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടുമുള്ളത് കൂട്ടുകാരോടല്ല, നാട്ടുകാരോടല്ല, സമൂഹത്തോടല്ല, സമുദായത്തോടല്ല, ഇതര സമുദായങ്ങളോടല്ല. ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും വെച്ച് പുലർത്തേണ്ടത് ആധുനിക നവതലമുറത്തിലുള്ള ചെറുപ്പക്കാരാ, പഠിച്ചു വെക്കണ്ട പാഠമാണ്, പാഠമാണ്. ഉമ്മ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം വാപ്പയ്ക്കാണ്. അബൂക, നിന്റെ വാപ്പയാണ്, വാപ്പയാണ്. എന്തേ 3 വട്ടം ഉമ്മയെ പറയാനുള്ള കാരണം? തഴവാഉസ്താദ് രേഖപ്പെടുത്തി വെക്കുന്നു. പണ്ഡിത ലോകം പറഞ്ഞു തന്നതാണ്, കൃത്യമായി മുഹദ്ദിസീങ്ങൾ അടയാളപ്പെടുത്തിയതാണ്. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം
ബാപ്പയിൽ ഒഴിവാണ്. വാപ്പയേക്കാൾ 3 വട്ടം ഉമ്മയെ പറയാറുള്ള കാരണം എന്താണ്? 3 കാര്യങ്ങൾ കൊണ്ട് വാപ്പയേക്കാൾ മുൻകടന്നുപോയി നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണേ സഹോദര. മാതാപിതാക്കളെ തൃണവൽഗണിക്കുന്ന നവതലമുറയില്ലയോ? വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തളച്ചിടുന്നതാകുന്ന മക്കളില്ലയോ? തിരിഞ്ഞു നോക്കാത്തതാകുന്ന മക്കളില്ലയോ? മാതാപിതാക്കളെ ഊഴം വെച്ചുകൊണ്ട് ജ്യേഷ്ഠന്റെ, അനുജന്റെ, സഹോദരന്റെ, പെങ്ങളുടെ വീട്ടിലേക്ക് മാറി മാറി താമസിപ്പിച്ചുകൊണ്ട് സമ്പത്തിന്റെ ഉത്തുംഗതയിൽ കഴിയുമ്പോഴും മാതാവിനെ നോക്കാൻ കഴിയാത്ത, പിതാവിനെ നോക്കാൻ കഴിയാത്ത നവതലമുറയിലുള്ള പ്രിയപ്പെട്ട മക്കളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ആരാണ് ഉമ്മയെന്ന് അറിയണേ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ. നിന്നെ ഇതാ പ്രിയപ്പെട്ട മാതാവല്ലേ ഗർഭം ചുമന്ന് നടന്നത്. 9 മാസം 10 ദിവസത്തോളം ഗർഭം ചുമന്ന് നടന്ന പ്രിയപ്പെട്ട മാതാവിനെ നീ മറക്കല്ല. ആ മാതാവിനാണ് 1-ാം സ്ഥാനമായി പ്രവാചകൻ അടയാളപ്പെടുത്തുന്നത്. എന്തേ വീണ്ടും ഉമ്മയെ തന്നെ പറയാനുള്ള കാരണം? പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെ. നിന്നെ നൊന്ത് പ്രസവിച്ചത് പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയാണ്. ശരീരത്തിലെ 22 എല്ലുകൾ ഒരേ സമയത്ത് ഒടിയുന്ന വേദനയെന്ന ശാസ്ത്രലോകം നിരീക്ഷണം നടത്തിയിട്ട് പറയുന്നുണ്ടെങ്കിൽ സുഖപ്രസവെന്ന് ഓമനെ പേരിട്ട് വിളിച്ചത് കൊണ്ട് കാര്യമായില്ല. അല്ലാത്ത വേദന സഹിച്ചുകൊണ്ട് നിന്നെ ഈ ഭൂമുഖത്തേക്ക് പ്രസവിച്ചിട്ടതാകുന്ന പ്രിയപ്പെട്ട മാതാവിന്റെ അടിവയറ് നോക്കി ചവിട്ടുന്നതാകുന്ന പ്രിയപ്പെട്ട മക്കളില്ലേ? തെരുവിളിക്കുന്ന മക്കളില്ലേ? ശകാരിക്കുന്ന മക്കളില്ലേ? കാസർഗോഡ് ജില്ലയിലെ ഉദ്യാപനത്തുള്ള പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദര സഹോദരി, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. തീർന്നില്ല. രണ്ടാമതും പ്രിയപ്പെട്ട മാതാവിനെ പറഞ്ഞു. കാരണം ഇതാണ് നൊന്ത് പ്രസവിച്ചതും ഉമ്മയാണ്. തീർന്നില്ല. എന്തേ മൂന്നാമതും ഉമ്മയെ പറഞ്ഞത്? പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയുടെ സ്ഥാനം നിസാരമായി കാണല്ലേ. നീ എത്ര ഡിഗ്രിയുടേതാകുന്ന തലത്തിലേക്ക് കടന്നാലും, ഏതെല്ലാം ഡിഗ്രികൾ, അകമ്പടികൾ നിന്റെ പേരിനോട് അകമ്പടി ചേർത്ത് വച്ചാലും പ്രിയപ്പെട്ട മാതാവിനെ നീ തള്ളാൻ പാടില്ല. ആ പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയും ഇകഴ്ത്തുവാൻ പാടില്ല. അവരെ തളയ്ക്കാൻ പാടില്ല. എന്തേ കാരണം? നീ വല്ലാതെ വിഷമിച്ചു നിന്ന ഘട്ടം, പ്രസവിച്ച് കിടന്നതാകുന്ന സമയം മുതൽ 2 വർഷത്തോളം നിനക്ക് മുലപ്പാൽ നൽകി താരാട്ട് പാടി ഉറക്കിയത് ആ പ്രിയപ്പെട്ട ഉമ്മയല്ലേ. ആ ഉമ്മയെ മറക്കല്ല ചെറുപ്പക്കാരാ. ഏറ്റവും വലിയ സ്ഥാനം അവർക്ക് കൊടുക്കണം. ഇത് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉമ്മ കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്തത് വാപ്പയാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തഖൂമു സ്സാഅ. ഈ ലോകം അവസാനിക്കില്ല സഹാബ. ഈ ലോകം അസ്തമിക്കില്ല സഹാബ. ഈ ലോകത്തിൻ്റെതാകുന്ന നിലയിലേക്ക് നിലകൊണ്ടിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ, ഈമാൻ പുൽകിയിട്ടുള്ള ചെറുപ്പക്കാർ പഠിച്ചു വെക്കണേ. അള്ളാഹുവിനെ കൊണ്ട്, മന്ദിരത്തെ കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരെ, ഈ ലോകം അവസാനിക്കില്ല. നബി തങ്ങൾ പറയുന്നു, ഹത്താ അഖ്സാബാഹു വഅദനാ സദീഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വന്തം കൂട്ടുകാരെ അകറ്റി നിർത്തുകയും കൂട്ടുകാരെ ചേർത്ത് നിർത്തുകയും മാതാപിതാക്കളെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന കാലഘട്ടം കാണാതെ അഖ്സാ അബാ വഅദ്നാ സദീഖാ. ചങ്ക് പ്രോയാകുന്ന കൂട്ടുകാരെ കൂടെ ചേർത്ത് നിർത്തി സ്വന്തം മാതാവിനെയും പിതാവിനെയും വീടിന്റെ പുറത്ത് വെച്ചുകൊണ്ട് പടിയടച്ച് പിണ്ടം വെക്കുന്ന തലമുറയെ കാണാതെ ഈ ലോകം അസ്തമിക്കില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ
ഈ കൊച്ചു കേരളത്തിൽ ഓരോ ജില്ലയിലും ഇന്നിതാ വൃദ്ധസദനങ്ങൾ അധികരിച്ച് വരുകയാണ്. എന്തേ കാരണം? LKG കുട്ടികളെ കൊണ്ടുപോയി സ്കൂളിലേക്ക് ചേർക്കുന്നത് പോലെ, മക്കളെ ഇതാ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്നത് പോലെ മാതാപിതാക്കളെ കൊണ്ടുപോയി പ്രായം ചെന്ന രക്ഷിതാക്കളെ നോക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാസികളാകുന്ന സഹോദരങ്ങൾ സമ്പത്ത് കൊടുത്തിട്ട് അങ്ങോട്ട് പൈസ കൊടുത്ത് ആളുകളെ കൊണ്ടുവന്ന് തളയ്ക്കുകയാണ്. വൃദ്ധസദനങ്ങൾ കൂടുകയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അവിടെയാണ് നമ്മൾ തങ്ങളെ മാതൃകയാക്കേണ്ടത്. അതിനാണ് ഞാനിപ്പോൾ ഇത് ആമുഖം എന്ന് പറഞ്ഞത്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. എല്ലാ ദിവസവും അതിന് 3 മണിക്ക് എഴുന്നേറ്റാലും 4 മണിക്ക് എഴുന്നേറ്റാലും തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന സമയം ഏത് യാത്രകൾ തുടങ്ങി വെക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് സലാം പറഞ്ഞ് ദുആ ചെയ്തിട്ടാണെന്ന് ബഹുമാനപ്പെട്ട അതാഉല്ലാ തങ്ങളവറുകൾ നമുക്ക് സാക്ഷ്യപ്പെടുത്തുക. അൽഹംദുലില്ലാഹ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. ഇതൊക്കെ വലിയ മാതൃകയാണ്. ഈ സദസ്സിൽ ധാരാളം സാദാത്യങ്ങളുണ്ട്, ഉലമാക്കളുണ്ട്, സജ്ജനങ്ങളുണ്ട്, സാലിഹീങ്ങളുണ്ട്. വരും തലമുറകൾ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരേണ്ട വലിയൊരു അമലാണിത്. മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്താൽ ഏത് ഉന്നതിയിലേക്ക് നമ്മൾ എത്തും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരുടെ പൊരുത്തമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനാകുന്ന മൂസാ നബി അലൈഹിസ്സലാം തൂർ സീനാ പർവ്വതത്തിലേക്ക് കാല് വെക്കുമ്പോ ഒരിക്കൽ ഇതാ കാല് ഇടറുകയാണ്. തൊട്ടടുത്തുള്ളതാകുന്ന ആ മലമുകളിലേതാകുന്ന വള്ളിയിലേക്ക് പെട്ടെന്ന് പിടിക്കുന്നു. പാറപ്പുറത്തുള്ളതാകുന്ന വള്ളിയിൽ പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ വീഴാതെ പിടിച്ചു നിൽക്കുകയാണ്. തൂർ സീനാ പർവ്വതത്തിലേക്ക് കയറിയിട്ട് അല്ലാഹുവുമായി മുനാജത്ത് നടത്താൻ, പടച്ചറബ്ബുമായിട്ടൊന്ന് സംസാരിക്കുവാൻ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം കയറുമ്പോ ബഹുമാനപ്പെട്ടവരുടെ കാലൊന്ന് വഴുതുന്നു. തൊട്ടടുത്തുള്ളതാകുന്ന പാറപ്പുറത്തെ വള്ളിയിൽ പിടിച്ചുകൊണ്ട് ജീവരക്ഷാർത്ഥം പിടിച്ചു നിൽക്കുമ്പോ ഒരശരീരം മുഴങ്ങുകയാണ്. യാ മൂസാ, മൂസാ എന്ന പ്രവാചകരെ, നിങ്ങളുടെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കരമിതാ അസ്തമിച്ചു പോയിട്ടുണ്ട്. ഇനി നടക്കുന്നതാകുന്ന വഴികൾ സൂക്ഷിച്ച് നടക്കണേ എന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരശരീരം മുഴങ്ങുകയാണ്. ഇനി നിങ്ങൾ സൂക്ഷിച്ച് നടക്കണം. ഇതുവരെ നടന്നതുപോലെയല്ല. നിങ്ങളുടെ ജീവിത വിജയത്തിന് നിദാനമായിരുന്നത് ഒരു പ്രവാചകനോട് പോലും ഈ രീതിയിൽ അശരീരം മുഴങ്ങിയെങ്കിൽ നമ്മളൊക്കെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പാപ്പായും ഉമ്മായും ജീവിച്ചിരിക്കുന്ന കാലം ഏറ്റവും വലിയ സുവർണകാലം. അതുകൊണ്ട് അവരെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തിക്കോ. അവർക്ക് ഖിദ്മത്തായി നിലകൊണ്ടോ. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നസീബാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ അറിയാം ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ ഉന്നതമായ ശ്രേണിയിൽ ഈ രാജ്യത്തെ നയിച്ചുകൊണ്ട് നിലകൊണ്ടതാകുന്ന വ്യക്തിത്വമാണ്. രാഷ്ട്രപതിയായി നിലകൊണ്ട വ്യക്തി. ആ ഉന്നത ശ്രേണിയിലേക്ക് താൻ എങ്ങനെ എത്തി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ചെറിയ പ്രായത്തിൽ വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി ഞാൻ സൈക്കിൾ ചവിട്ടിയിട്ട് പലയിടത്തും പോയിട്ട് പത്രമിട്ടിട്ട് ആ പത്രം വിറ്റ് കിട്ടുന്നതാകുന്ന തുക കൊണ്ട് വീട്ടില് അന്നം കഴിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എൻ്റെ വാപ്പ വലിയ പ്രായമുള്ള മനുഷ്യനാണ്. അദ്ദേഹം പറയാൻ ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തെ അറിയാത്തവരായി ഈ സദസ്സിൽ ആരുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവർക്കും സുപരിചിതനാണ്. മുസ്ലിമായ വ്യക്തി, രാഷ്ട്രപതിയായി നിലകൊണ്ട വ്യക്തി. വളരെ സുവർണ കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെതാകുന്ന അധീനതയിലുള്ള ആ സമയം. അദ്ദേഹം പറയുന്നു, ഞാൻ ഈ ഉന്നത ശ്രേണിയിലേക്ക്, നിങ്ങൾ ഈ പറയുന്നതാകുന്ന രാഷ്ട്രപതി എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ സ്ഥാനമായിട്ടാണല്ലോ നിങ്ങൾ ഈ ദുന്യാവിൽ കാണുന്നത്. എങ്കിൽ ആ പദത്തിലേക്ക് ഞാൻ എത്താനുള്ള കാരണം അദ്ദേഹം പറയുന്നു, എൻ്റെ പിതാവ് സൈനുൽ ആബിദീൻ പ്രായമേറെയുള്ള മനുഷ്യൻ, വാപ്പ പ്രായം വളരെയേറെയുണ്ട്, ഉമ്മയോ ആശിയ ഉമ്മ അവർക്ക് നല്ല പ്രായമാണ്. അദ്ദേഹം പറയുന്നു, തമിഴ്നാട്ടിലെ വളരെ ചെറിയതാകുന്ന കുഗ്രാമത്തിൽ അവർ വളരെ ചെറിയ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ
വാപ്പ കൊണ്ടുവരുന്നതാകുന്ന സമ്പാദ്യം കൊണ്ടൊന്നും വീട് പച്ചപിടിച്ച് മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന ചെലവുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി പത്രമിടുന്ന പണി ഏറ്റെടുത്തു. അങ്ങനെ അതുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസം കരുപിടിപ്പിക്കുന്നതിനോടൊപ്പം 13-ാം വയസ്സുള്ള സമയത്ത് തന്നെ ഞാൻ അല്പസ്വല്പം സമ്പാദിച്ച് ബാക്കി വരുന്നതാകുന്ന തുക കൊണ്ടുവന്ന് ഉമ്മയുടെ കൈവശം കൊടുക്കും. എൻ്റെ ഉമ്മയാകുന്ന ആശിയ ഉമ്മയുടെ കയ്യിൽ. ഉമ്മ അതുകൊണ്ട് അല്പസ്വല്പം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കുറവ് വരുന്നതൊക്കെ പരിഹരിക്കും. ചില സാധനങ്ങളൊക്കെ അതുകൊണ്ട് വാങ്ങും. അങ്ങനെയാണല്ലോ ഇപ്പോഴും നമ്മുടെ വീടുകളിൽ അങ്ങനെയുണ്ട്. മക്കളെ ജോലിക്ക് പോയിട്ട് എന്ത് ചെയ്യും, അല്പം എന്തെങ്കിലുമൊക്കെ കാശായി വരുമ്പോൾ പതുക്കെ ഉമ്മയുടെ കൈവശം കൊണ്ട് കൊടുക്കും. അപ്പോൾ ഉമ്മാക്ക് വലിയ സന്തോഷം. അല്ലെങ്കിൽ പ്രായമുള്ള വാപ്പാടെ കയ്യിൽ ഇതാ നമ്മുടെ ആദ്യ ശമ്പളം, ആദ്യത്തോട്ടേ കൊടുക്കുള്ളൂ, പിന്നെ അല്ലാ വഴിക്ക് പോവില്ല. അത് വേണമെങ്കിൽ ഒരു റീലും ചെയ്തേക്കും, വാപ്പാടെ കയ്യിലോട്ട് കൊടുക്കുന്നത്. 10 പേര് കണ്ടിട്ട് 10 ലൈക്ക് കിട്ടിക്കോട്ടെ, പിന്നെ അല്ലാത്ത വഴിക്ക് പോകലുണ്ടാവില്ല. ഏതുമായിക്കോട്ടെ, ഇങ്ങനെ ഞാൻ സ്ഥിരമായി കൊടുത്തു വന്നു. 13 വയസ്സാണ് എൻ്റെ പ്രായം. അങ്ങനെ രാത്രിയിൽ ഒരിക്കൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. അന്ന് വീട്ടിലുണ്ടായിരുന്നത് പട്ടാണിക്കടലയും ഗോതമ്പിൻ്റെതാകുന്ന റൊട്ടിയുമാണ്. അങ്ങനെ വാപ്പയോടൊപ്പം ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്നു. ഉമ്മ ഇങ്ങനെ കൊണ്ടുവന്ന് വിളമ്പി തരുന്നുണ്ട് ഭക്ഷണം. വാപ്പാക്കും എനിക്കും 2 ചെറിയ പാത്രത്തിൽ കറി കൊണ്ടുവന്ന് ഉമ്മ വെച്ചിട്ടുണ്ട്. പട്ടാണിക്കടലയും റൊട്ടിയുമാണ്. ഞാൻ റൊട്ടി എടുത്തു. ഇങ്ങനെ വേഗം തന്നെ അതിൻ്റെ ഒരു ഭാഗം മുറിച്ചെടുത്തു. പട്ടാണിക്കടലിൽ മുക്കി ഞാൻ വേഗം വായിലേക്ക് വെച്ചതേ ഉള്ളൂ. നല്ല ഉപ്പുണ്ട്, ശക്തമായ ഉപ്പ്. ഞാൻ വേഗം തുപ്പിക്കളഞ്ഞു. ഭക്ഷണം തുപ്പി, വായിൽ വന്നുള്ള ഭക്ഷണം തുപ്പി. എന്നിട്ട് ഞാൻ വേഗം തന്നെ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഇത് കറിക്ക് എന്ത് ഉപ്പാണ്? നിങ്ങളെന്താണ്, നിങ്ങളൊക്കെ നോക്കി കറി വെക്കണ്ടേ? നോക്കൂ, നിങ്ങൾ മക്കൾ അങ്ങനെയാണ്. നമ്മളെപ്പോഴും ദ്വാരക്കും രക്ഷിതാക്കൾ, അള്ളാഹു എൻ്റെ മകന് ഹൈറായ ജോലി കൊടുക്കണേ, എൻ്റെ മകൾക്ക് ഹൈറായ ജോലി കൊടുക്കണേ. അവർക്കൊരു നല്ല ജോലി കിട്ടി നല്ല സമ്പാദ്യത്തിലൂടെ ജീവിതം കരുപിടിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് രക്ഷിതാക്കളാണ്. അവരതിനുവേണ്ടി എല്ലാ നേർച്ചകളും നേരും. സയ്യിദന്മാരെ കണ്ട് ദ്വാരപ്പിക്കും, ഉലമാക്കളെ കണ്ട് ദ്വാരപ്പിക്കും, പല ദിക്റുകളും ഔറാദുകളും എടുക്കും. അവസാനം ഈ മകന് ജോലി കിട്ടി, ശമ്പളം കിട്ടി. ആ ശമ്പളം കൊണ്ട് വാപ്പായുമായി കഴിയുന്ന അവസ്ഥ വന്നാൽ അന്ന് തുടങ്ങും മാതാപിതാക്കളെ പാഠം പഠിപ്പിക്കാൻ മക്കൾ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മൾ ഓർക്കും മക്കളുടെ സമ്പാദ്യം കൊണ്ട് കഴിച്ചിട്ട് മരിക്കാന്ന്. മക്കളുടെ സമ്പാദ്യം കൊണ്ട് കഴിച്ച് മരിക്കരുതേ എന്ന് ദുആ നോണം. എന്താ കാരണം? ഇന്നത്തെ തലമുറയിൽ മക്കൾ എല്ലാത്തിനും ചോദ്യം ചെയ്യുന്ന കാലഘട്ടമാണ്, കണക്കെഴുതി വെക്കുന്ന കാലഘട്ടമാണ്. അപ്പാക്കുമ്മാക്കെ കണക്കില്ലാത്തതുള്ളൂ. ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹം ഡോക്ടറായിട്ടില്ല, 13 വയസ്സുള്ള കുട്ടിയാണ്. അബ്ദുൽ കലാം എന്ന് പറയുന്ന കുഞ്ഞു പറയുന്നു, അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്, ഞാൻ ഉമ്മയോട് നല്ലതുപോലെ ദേഷ്യപ്പെട്ടു, ചൊടിച്ചു. ദേഷ്യപ്പെട്ട സമയത്ത് വാപ്പ നോക്കുമ്പോൾ നല്ല റാഹത്തായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. മൂപ്പരിങ്ങനെ കറിക്കകത്ത് മുക്കി സെറ്റായിട്ടിരുന്ന് അടിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിനി വാപ്പാടെ കറിക്ക് യാതൊരു കുഴപ്പമില്ല, നമുക്കിട്ട പണിയെന്ന്. നമുക്കിനി എന്ത് ചെയ്യണം, കുറച്ച് ഉപ്പ് കൂട്ടിയിട്ടായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ പതുക്കെ എന്ത് ചെയ്തു, റൊട്ടി പതുക്കെ ഒന്ന് മുറിച്ചിട്ട് വാപ്പാടെ കറിക്കകത്ത് പതുക്കെ ഒന്ന് മുസ്ലിമല്ലേ നോക്കിയപ്പോൾ അതിനേക്കാൾ വലിയ ഉപ്പാണത്. വാപ്പ നല്ല റാഹത്തായിട്ടിരുന്ന് കഴിക്കും, ഒരു കുഴപ്പമില്ല. ചില വാപ്പന്മാരങ്ങനെ ഉണ്ട്, വാതുറന്നാൽ പിന്നെ പെണ്ണുങ്ങൾ അതിനപ്പുറത്തൊന്നും ഇങ്ങോട്ട് വാതുറക്കുമെന്ന് പേടിച്ചിട്ട് മിണ്ടാതെങ്കിൽ ഇരുന്നേക്കും, ഉള്ളത് കഴിച്ചിട്ട് അസ്സലാമു അലൈക്കും, അതാകുമ്പോൾ ഒരു കുഴപ്പമില്ല. വെറുതെ ഇടിയും വേണ്ട, വഴക്കും വേണ്ട. അങ്ങനെ അബ്ദുൽ കലാം പറയാൻ, എനിക്കപ്പോൾ ഒന്നും കൂടി ദേഷ്യം വന്നു. കാരണം എന്താ, വാപ്പാടെ കറിയിൽ നല്ല ഉപ്പുണ്ട്, എന്നിട്ട് വാപ്പ പ്രതികരിക്കുന്നില്ല. ചിലയിടത്ത് വാപ്പന്മാർ നല്ലപോലെ പ്രതികരിക്കും, മക്കളിങ്ങനെ പറയുമ്പോൾ കൂടെ നിന്ന് കൊടുക്കുകയും ചെയ്യും. ശരിയാണല്ലോ. ഇവളെയൊക്കെ കറി വെക്കാൻ ഏൽപ്പിച്ച പിന്നെ തീർന്നു. ഇവളെ കെട്ടിക്കൊണ്ട് വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ കറിവെപ്പ്. ഉപ്പോടെ ഉപ്പ്. ഒരിക്കലായിരിക്കും സംഭവിക്കുന്നത് കറിക്കപ്പോൾ ഉപ്പ് കൂടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എരിവ് കൂടിപ്പോയി. പക്ഷെ അത് വലിയ പ്രശ്നം. പിന്നെ ആ ചട്ടി ഒന്നായിട്ടെടുത്ത് അങ്ങോട്ട് എറിയുന്നു. പെണ്ണുങ്ങൾ ആ ചട്ടി എടുത്ത് മൂപ്പറ തലയ്ക്കിട്ട് ഒറ്റ അടി കൊടുക്കുന്നു. ഇങ്ങനെ പല കലാപരിപാടികളും പലയിടത്തും നടക്കാറുണ്ട്. ഏതായിരുന്നാലും അവസാനം അബ്ദുൽ കലാം പറയാണ്, വാപ്പായും മിണ്ടാതിരുന്നപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം. ഞാൻ വീണ്ടും ഒന്നുകൂടി ശബ്ദമുയർത്തി സംസാരിച്ചു, ഇത് ഭയങ്കര ഉപ്പുണ്ടല്ലോ, ഈ കറിക്ക് ഉപ്പാണ് എന്ന് പറഞ്ഞ് ഞാൻ ഒച്ചയിട്ടപ്പോൾ വാപ്പ എന്നോട് ദേഷ്യത്തിൽ തമിഴ് ഭാഷ അദ്ദേഹം പറഞ്ഞു, മിണ്ടാതിരിക്ക് കത്താതടാ. അവരുടെ ഭാഷയാണ് കത്താതട എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നുള്ള അർത്ഥമാണ്. അപ്പോൾ പിന്നെ വാപ്പ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല, ഒരക്ഷരം മിണ്ടിയില്ല. അതോടുകൂടി ഞാൻ അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം
13 വയസ്സുള്ള എൻ്റെ ജോലിയാണ് പാത്രമെല്ലാം കഴുകി വെക്കുക. ഈ സദസ്സിൽ 13 വയസ്സുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ, മക്കളുണ്ടല്ലോ. ഇപ്പോൾ ഈ ക്രിസ്മസിന്റെ അവധി ഉണ്ടായിരുന്നു. സ്വന്തം കഴിച്ച പ്ലേറ്റ് ആ ഡൈനിങ് ടേബിളിൽ അവിടുന്ന് എടുത്ത് അടുക്കളയിലിട്ടുകൊണ്ട് വെച്ചിട്ടുണ്ടാവൂല. 13 വയസ്സുള്ളതാകുന്ന അബ്ദുൽ കലാം പറയുന്നു, ഞാൻ ആ പാത്രങ്ങൾ മുഴുവനും ഏതൊക്കെ കറി വെക്കാൻ ഉപയോഗിച്ചോ എന്തൊക്കെ ഉണ്ടോ എല്ലാ പാത്രങ്ങളും മൂറി വെക്കുന്ന കഴുകി വെക്കുന്ന ചുമതല എനിക്കാണ്. ഞാനിതെല്ലാം ഇരുന്ന് കഴുകി സെറ്റാക്കി എല്ലാം ഉണക്കാൻ വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, വേഗം ഉറങ്ങാൻ വേണ്ടി റൂമിലേക്ക് പോകുമ്പോൾ വാപ്പാടെ റൂമിൻ്റെ അവിടെ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ കട്ടിലുള്ള വിരിപ്പൊക്കെ തട്ടിക്കുടഞ്ഞ് പതുക്കെ കടക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. എന്നിട്ട് വാപ്പാടിച്ച് അടുക്കലേക്ക് ചെന്നു. വാപ്പാടി ഞാൻ ചോദിച്ചു, വാപ്പ കറിക്ക് നല്ല ഉപ്പുണ്ടായിരുന്നല്ലോ, പിന്നെന്താ നിങ്ങൾ പ്രതികരിക്കാൻ? സാധാരണ മക്കളോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതാണ് വാപ്പ, നിങ്ങളെന്താ ഒന്നും മിണ്ടാനെന്ന് ചോദിച്ചപ്പോൾ വാപ്പ പതുക്കെ കട്ടിയിൽ പതുക്കെ അവിടെ വെച്ചിരുന്നു. സുഖമില്ല വാപ്പാക്ക്, അസുഖബാധിതരാ. പ്രായമുള്ള മനുഷ്യൻ. അദ്ദേഹം എൻ്റെ തോളിലേക്ക് ഇങ്ങനെ കൈയിട്ടിട്ട് എന്നെ ചേർത്ത് നിർത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ന് പറയുന്നത് ഈ വീടിന്റെ വിളക്കാണ്. രാവിലെ നീ എഴുന്നേറ്റ് പത്രമിടാൻ പോകുന്നതിന് മുമ്പ് എഴുന്നേൽക്കുകയും ഈ വീടിന്റെ വിളക്ക് ഇടുകയും വിളക്ക് തെളിക്കുകയും നീ പോകുന്നതിന് മുമ്പ് നിനക്കുള്ള ചായയും കാപ്പിയും റെഡിയാക്കി സെറ്റാക്കി കൊണ്ടുവന്ന് തീന്മേശയിൽ വെക്കുകയും ചെയ്യുന്നത് അവളാണ്. വർഷം ഇത്രയായി ഞാൻ അവളോടൊപ്പം. ഇന്ന് വരെ ഇതുപോലെ കറിക്കൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല, നിനക്കും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് കറിക്കൊന്ന് ഉപ്പ് കൂടിയതിൻ്റെ പേരിൽ നമ്മൾ അവളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? രാവിലെ നമ്മൾ തുടങ്ങുന്നതാകുന്ന പണി അടുക്കളയിൽ കിടന്നുകൊണ്ട് എല്ലാ പാത്രങ്ങളും കഴുകുകയും ഭക്ഷണമുണ്ടാക്കുകയും എനിക്കും നിനക്കും നമ്മുടെയൊക്കെ വസ്ത്രങ്ങൾ മുഴുവനും കഴുകുകയും വൃത്തിയാക്കുകയും ശുദ്ധീകരിക്കുകയും വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ക്ലീനാക്കി എല്ലാം ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് അവസാനം നീ ഇപ്പോൾ ഉറങ്ങാൻ വേണ്ടി പോകുന്നു. ഈ സമയത്ത് ഉമ്മ ഉറങ്ങുന്നില്ല, ഉമ്മ ഇപ്പോഴും അടുക്കളയിലാണ്. നാളെ രാവിലത്തേക്കുള്ള മാവ് റെഡിയാക്കി നിനക്ക് പോകാനുള്ള സമയത്ത് ഭക്ഷണം റെഡിയാക്കുന്ന തിരക്കിൽ അവരിപ്പോഴും. ആ ഉമ്മയാണ് വിളക്ക് ആദ്യം തെളിക്കുന്നത്. ആ ഉമ്മയാണ് ഈ വീട്ടിന്റെ വിളക്ക് ലാസ്റ്റ് ഓഫാക്കി കിടന്നുറങ്ങുന്നത്. ഇതെല്ലാ വീട്ടിലെ അവസ്ഥയാണ്. അതുകൊണ്ട് ആ ഉമ്മയെ നീ ഒന്നും പറയരുത് എന്ന് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടതാകുന്നു വാപ്പ. അബ്ദുൽ കലാം പറയുന്നു, 13 വയസ്സുള്ള ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി വാപ്പയുടെ ആ വാക്കിന്റെ മുന്നിൽ. ഞാൻ വാപ്പയുടെ തോളിലേക്ക് ചേർന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം പറയുന്നു, ഈ പുസ്തകം എഴുതുമ്പോൾ എപ്പോഴും എനിക്ക് ആ ചൂട് ലഭിക്കുന്നുണ്ട്. വാപ്പയുടെ നെഞ്ചിന്റെ ചൂട് തട്ടിക്കൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഈ കാണുന്നതാകുന്ന ഉന്നതമായ തലത്തിലേക്ക് ഈ അബ്ദുൽ കലാം എന്ന് പറയുന്ന 13കാരൻ ഉയരാൻ കാരണം അന്ന് വാപ്പയുടെ നെഞ്ചിൽ കടന്നെടുത്തതാകുന്ന പ്രതിജ്ഞയാണ്. ഇനി ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയും ഞാൻ നോവിക്കില്ല, വ്യസനിപ്പിക്കില്ല, പ്രയാസപ്പെടുത്തില്ല. അവരുടെ നെഞ്ചിൽ കടന്നുകൊണ്ടെടുത്ത ആ തീരുമാനമാണ് ഇന്ന് നിങ്ങൾ ഈ കാണുന്നതാകുന്ന ഡോക്ടറായി, ഇന്ത്യയെ നയിച്ചതാകുന്ന വ്യക്തിയായി മനോഹരമാകുന്ന തലത്തിലേക്ക് എനിക്കെത്താൻ കാരണമായി തീർന്നത്. മാതാപിതാക്കളുടെ പൊരുത്തമായിരുന്നു, ഗുരുത്വമായിരുന്നു എന്ന് അദ്ദേഹം പുസ്തകത്തിൽ കുറിച്ചിടാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, നമുക്കും ആ രീതിയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ, ദുനിയാവിലും ആഖിറത്തിലും ഉയർച്ച കിട്ടണമെങ്കിൽ മാതാപിതാക്കളുടെ പൊരുത്തം വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിനിപ്പോൾ ഒരുപാട് ആയത്ത് ദിവസമൊന്നും പറയേണ്ട കാര്യമില്ല, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അള്ളാഹു ഞങ്ങളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാഹ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ സാറ ഖബറ അബവൈഹി ഫീ യൗമിൽ ജുമുഅ ഔ ലൈലത്തിൽ ജുമുഅ കുതിബ ലഹു ബറാ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, വെള്ളിയാഴ്ച രാവുകളിലോ അതിന്റെ പകലിലോ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മാതാപിതാക്കളുടെ ഖബറിൽ, അതിന്റെ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് ഏതൊരു സത്യവിശ്വാസിയോ ഏതൊരു മുഅ്മിനോ അവരുടെ ഖബർ സിയാറത്ത് ചെയ്തു, കുതിബ ലഹു ബറാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവരായി രേഖപ്പെടുത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വെള്ളിയാഴ്ച ദിവസം
പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരങ്ങൾ പഠിച്ചു വെക്കണേ. ഏറ്റവും ചുരുങ്ങിയത് ജുമഅക്കെങ്കിലും വരുമ്പോൾ ആ മാതാവിന്റെ ഖബറ്, പിതാവിന്റെ ഖബറ് നിന്നെ നോക്കിക്കൊണ്ട് കിടക്കുകയാണവർ. എത്ര കാലമായി അവരുടെ സമീപത്തേക്ക് നീ പോയിട്ട് ഒരു സലാം പറഞ്ഞിട്ട്? പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ജീവിത വിജയത്തിന്റെ നിധാനം പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. അവരെ കണ്ടില്ല എന്ന് നടിക്കരുതേ. അവരുടെ ഖബറ് നീ സിയാറത്ത് ചെയ്യൽ നിനക്ക് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഹേതുവാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഗുണം ചെയ്തു മക്കളവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കലുണ്ടായില്ല മൗത്തിന് ശേഷമിൽ. ഗുണം ചെയ്തു മക്കളവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കലുണ്ടായില്ല മൗത്തിന് ശേഷമിൽ. എന്നാൽ അവർ വെറുപ്പിച്ചതായി എഴുതപ്പെടും. വെറുപ്പിച്ചവർ ഇതുകൊണ്ട് ഗുണവും നേടിയിടും. തഴവ ഉസ്താദിന്റെ വരികളാണ്. ഈ ദുന്യാവിൽ മാതാപിതാക്കൾക്ക് ധാരാളം ഗുണം ചെയ്തു. പക്ഷെ മാതാവിന് പിതാവിനും ഗുണം ചെയ്തതാകുന്ന ഈ മനുഷ്യൻ മരിച്ചതിന് ശേഷം അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എങ്കിൽ, വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, പിന്നെ അവന് സുന്നത്ത് ജമാഅത്തിന്റെ ആളല്ല, അവൻ വലിയ സമ്പന്നനാണ്, അധികാരിയാണ്, തിരക്കായി പോകുന്നു, മാതാപിതാക്കളെ ഗൗനിക്കുന്നില്ല, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ല, ദുആഇന്റെ മജ്‌ലിസിൽ മാതാപിതാക്കൾക്ക് വേണ്ടി സദഖ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ പോലും തയ്യാറാകുന്നില്ല, അഹങ്കാരിയായി ധിക്കാരിയായി നടക്കുന്ന മനുഷ്യനാണ് എങ്കിൽ മാതാപിതാക്കളുടെ പൊരുത്തം അവനുണ്ടാവുകയില്ല. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുമ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹജ്ജിന് സഹായിച്ചു, ഉംറയ്ക്ക് സഹായിച്ചു, അല്ലെങ്കിൽ അവരെ നോക്കിയൊക്കെ ചെയ്തു. പക്ഷെ മരിച്ചതിന് ശേഷം അവരെ തിരിഞ്ഞു നോക്കുന്നില്ല. അവരുടെ ആണ്ടുപോയി, അവരുടെ മരണപ്പെട്ടതിന് ശേഷം ഒരു ഫാത്തിഹ ഓതുന്നില്ല, ഒരു സലാം പറയാൻ തയ്യാറാകുന്നില്ല, അവരുടെ ഖബറിന്റെ ചാരത്ത് പോകുന്നില്ല, ദുആ ചെയ്യുന്നില്ല. ഈ രീതിയിലുള്ള മക്കളാണ് എങ്കിൽ അവർ പൊരുത്തം കിട്ടൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നേരെ മറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് നന്മയൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവൻ ഗൾഫിലായി പോയി ഉദാഹരണം, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ജ്യേഷ്ഠന്റെ അടുക്കലായിരുന്നു, അല്ലെങ്കിൽ അനുജന്റെ അടുക്കലായിരുന്നു ഉമ്മായും വാപ്പായും നിന്നത്. ഇടയ്ക്കിടയ്ക്ക് പോയി കാണും, എന്തെങ്കിലും സദഖ ചെയ്യും, അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മരിച്ചതിന് ശേഷം ഇവൻ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ധാരാളം ഖത്മുകൾ ഓതി തീർത്തു, സ്വാലിഹീങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു. പള്ളിക്ക്, മദ്രസയ്ക്ക്, ദീനീ സ്ഥാപനങ്ങൾക്ക്, മഖാമുകൾക്ക്, യതീം ഖാനകൾക്ക് സഹായം കൊടുത്ത് മാതാവിൻ്റെയും പിതാവിൻ്റെയും ഖബർ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി, സ്വാലിഹീങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു, സയ്യിദന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു. അങ്ങനെ നിലകൊണ്ടാൽ മാതാപിതാക്കളുടെ പൊരുത്തം ഇവൻ വാങ്ങിയെടുക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് ആ രണ്ടു വരി. ഗുണം ചെയ്തു മക്കളവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കലുണ്ടായില്ല മൗത്തിന് ശേഷമിൽ. ഗുണം ചെയ്തു മക്കളവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കലുണ്ടായില്ല മൗത്തിന് ശേഷമിൽ. എന്നാൽ അവർ വെറുപ്പിച്ചതായി എഴുതപ്പെടും. വെറുപ്പിച്ചവർ ഇതുകൊണ്ട് ഗുണവും നേടിടും. അല്ലാഹുവേ, ഈ സദസ്സിൽ വന്ന് ചേർന്നിട്ടുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സയ്യിദന്മാരുണ്ട്, ഉലമാക്കളുണ്ട്, സാദാത്യങ്ങളുണ്ട്. ഉദ്യാവര മഖാമിന്റെ സമാപന ദിവസത്തിന്റെ പ്രാർത്ഥനാ സദസ്സിലേക്ക് വന്ന് ചേർന്നിട്ടുള്ള സാലിഹീങ്ങളുണ്ട്. ഈ മറക്കപ്പുറത്ത് നിലകൊള്ളുന്ന ആയിരക്കണക്കിന് വിശ്വാസിനികളുണ്ട്, സഹോദരിമാരുണ്ട്. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ.
സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിക്കണേ അല്ലാ, സ്വർഗീയ വസ്ത്രങ്ങൾ അണിയിക്കണേ അല്ലാ, സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാ, സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഈ നിമിഷം തന്നെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് കാരുണ്യത്തിന്റെ മലക്കുകളെ നീ പറഞ്ഞേക്കണേ അല്ലാ. മലക്കുകൾ വന്നുകൊണ്ട് പ്രത്യേകമായി കാരുണ്യം ചൊരിയുമ്പോ എന്തേ ഇത്രത്തോളം അമലുകൾ ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, എന്ത് കാരണത്താലാണ് നിങ്ങൾ ഞങ്ങളുടെ ഖബറിൽ ഇത്രയേറെ കാരുണ്യം ചൊരിയുന്നതെന്ന് മലക്കുകളോട് മാതാപിതാക്കൾ ചോദിക്കുമ്പോ നിന്റെ മക്കളിതാ ഉദ്യാപന മക്കാമിന്റെ പരിസരത്തിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ പാതിരാത്രി സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തതിന്റെ കാരണത്താലാണ് ഞങ്ങൾ വന്നുകൊണ്ട് ഖബറിൽ കാരുണ്യം ചൊരിയുന്നതെന്ന് മലക്കുകൾ പറയുന്നത് കേട്ടുകൊണ്ട് സന്തോഷിക്കുന്നൊരവസ്ഥ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഖബറിൽ സന്തോഷം കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന സർവ്വ മാതാപിതാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വഅത്തിനായി നസീബാക്കണേ അല്ലാ. അവരുടെ ഖിദ്മയിലായി സ്വർഗ്ഗം നൽകാൻ തൗഫീഖ് നൽകണേ അല്ലാ. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ബദറിനാങ്കണത്തിലേക്ക് 313ഓളം വരുന്നതാകുന്ന സ്വഹാബത്തുമായി റസൂലല്ലാഹ് പുറപ്പെടാൻ വേണ്ടി നിൽക്കുമ്പോ ഒരനുയായി വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ അവസരം നൽകുമോ റസൂലേ, എനിക്ക് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ബദറിൽ പങ്കെടുക്കാൻ ജിഹാദിനൊരവസരം എനിക്ക് നൽകുമോ? ധർമ്മസമരത്തിന് വേണ്ടി അനുവാദം തേടുമ്പോ നബി തങ്ങൾ സൂക്ഷിച്ചു നോക്കിയിട്ട് ചോദിക്കുകയാണ്, അഹയ്യുൻ വാലിദതുക, നിന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ലേ, ജീവിച്ചിരിപ്പില്ലേ? ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, അതേ റസൂലേ, എൻ്റെ ഉമ്മയാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്, എൻ്റെ വാപ്പയാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്, എൻ്റെ ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, പ്രായമേറിയുള്ളവരാണ്. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ പ്രവാചകനെ പറഞ്ഞെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്യം ഒന്ന് പഠിച്ചു വെക്കണേ. ഫഫീഹാ ജാഹിദ്, നിന്നെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയ്ക്ക് നീ ഖിദ്മത്ത് എടുത്തുകൊണ്ട് നിലകൊള്ളണേ. ഏറ്റവും വലിയ ധർമ്മസമരം അതാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന് വേണ്ടി ഓടുന്നതാകുന്ന ചെറുപ്പക്കാരാ, സ്വർഗം മുൽകാരാപകൽ അധ്വാനിച്ചുകൊണ്ട് പറക്കുന്നതായ മുസ്ലിമേ, സ്വർഗം നിന്റെ വീട്ടിലുണ്ടെന്നറിയണേ. കരിപുരണ്ട വസ്ത്രം ധരിച്ചുകൊണ്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മയില്ലേ, ആ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച ഒരേ ഒരു മതം, അത് പരിശുദ്ധമായ ഇസ്ലാമാണ്. ഇസ്ലാമാണ് അത് ലോകത്തിന് പഠിപ്പിച്ചതാകുന്ന വിഭാവനം ചെയ്ത ഖുർആൻ, ലോകത്തിന് പഠിപ്പിച്ചതാകുന്ന വ്യക്തിയുടെ പേര് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവരുടെ പൊരുത്തം വാങ്ങിയെടുത്തോ, ഏറ്റവും വലിയ വിജയം അവിടെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഖിദ്മത്തെടുത്ത് നല്ല റാഹത്തായി അവരെ സേവനം ചെയ്തു, പൊരുത്തം കിട്ടും. മരണപ്പെട്ടു പോയവരോട് ഖേദിക്കേണ്ട, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിൻ, അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യൻ, സ്വതക്കകൾ ചെയ്യൻ, സാധുക്കളെ സഹായിക്കൻ, നിരാലംബർക്ക് അവലംബമാകിൻ, നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കൻ, നല്ല സ്വതക്കകൾ ചെയ്ത് ഹദിയ ചെയ്യൻ, അവരെ കൊണ്ട് ദുആരപ്പിക്കൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ബക്കറ്റൊന്നും ഉണ്ടോന്നല്ലോ ഇൻഷാ അല്ലാഹ്. ഒരു സ്വതക്ക എല്ലാവരും അല്ലാഹു നമ്മുടെ സ്വതക്ക സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. സർവോപരി നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ثابت الذرى من الثرى إلى الثرى ثانيا ما ثالثا بل ثاني الأمثال لا إله إلا الله. وركت الجود من جاد الوجود وجوده جاد الجوى جمعا وفرقا بعد جمع الجمع لرجال جال لا إله إلا الله.
ബക്കറ്റില്ല, ബക്കറ്റ് അല്ലാഹുവേ ഞങ്ങളുടെ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാ, വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് പരിപൂർണമായ കാവൽ നസീബാക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ, നൽകിയിട്ടുള്ള സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാ, റിസ്ഖ് വിശാലമാക്കണേ അല്ലാ. ഒരുപാട് രോഗങ്ങളുള്ളവർ ഈ മജ്‌ലിസിലുള്ളവരുണ്ട്, പനിയുള്ളവരുണ്ട്, കഫക്കെട്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, തൊണ്ടവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കൈകാലുകൾ തരിപ്പുള്ളവരുണ്ട്, കടച്ചിലുള്ളവരുണ്ട്, പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, അൾസർ ഉള്ളവരുണ്ട്, അരിശസ് ഉള്ളവരുണ്ട്, അസ്ഥിക്ക് തേയ്മാനം സംഭവിച്ചു പോയവരുണ്ട്, വാൾവ് തകരാറിലുള്ളവരുണ്ട്, ഹാർട്ട് സംബന്ധവുമായ രോഗവുമായി നിലകൊള്ളുന്നവരുണ്ട്, വെരിക്കോസ് വെയിനിൻ്റെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, യൂറിക് ആസിഡിൻ്റെ പ്രയാസമുള്ളവരുണ്ട്, മാരകമാകുന്ന ക്യാൻസർ ബാധിതരുണ്ട്. റബ്ബേ, ശരീരമാസകലം ചൊറിച്ചിലുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാ, 2 കിഡ്നിയും ട്രബിളായി ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധുക്കളുണ്ട്. പരിപൂർണമായ സലാമത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ചിന്താശക്തിയും ഞങ്ങൾക്ക് നീ നിലനിർത്തി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മെ ഏവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നല്ലതുപോലെ ശ്രദ്ധിക്കുക, നമ്മൾ ഇന്ന് ദുനിയാവിൻ്റെ പിറകെ നെട്ടോട്ടം ഓടുന്നവരായി മാറി. 2025 നമ്മളിന്ന് വിട പറഞ്ഞ് 26ലേക്ക് കാലൂന്നിയപ്പോ ആയിരക്കണക്കിന് വിശ്വാസികളടക്കം സഹോദരങ്ങളടക്കം കടപ്പുറത്ത് പോയി ആകാശത്തേക്ക് പട്ടം പറത്തിക്കൊണ്ടും പൂത്തിരി കത്തിച്ചുകൊണ്ടും കള്ളുകുടിച്ചുകൊണ്ട് നൃത്തനിരങ്ങുകളുമായി നിലകൊള്ളുന്ന രംഗം, അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സങ്കലിച്ചുകൊണ്ട് ഒരുമിച്ചിരുന്നുകൊണ്ട് പാട്ടുപാടി നൃത്തം ചവിട്ടുന്നതാകുന്ന രംഗം ഈ കൊച്ചു കേരളം കണ്ടു. കേരളത്തിന്റെ വിവിധ ഭാഗം. കഴിഞ്ഞ ദിവസം ന്യൂസിൽ വൈകുന്നേര സമയം അസറിന് മുമ്പ് എറണാകുളത്തെ കൊച്ചിയിലെ ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ട് നൃത്തം ചവിട്ടുന്നതാകുന്ന ചെറുപ്പക്കാരുടെ അടുത്ത് മൈക്ക് നിർത്തിയിട്ട് ചോദിക്കണം, നീ എവിടുന്ന് വന്നതാണ്? ചാനൽ ഞാൻ പറയുന്നില്ല. അപ്പൊ പറയാം, കാസർഗോഡ് നിന്ന് വന്നതാണ്. പിന്നെ അങ്ങോട്ട് പോയേക്കാം, ഇവിടെ ഉറൂസ് നടക്കുകയാണ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അപ്പൊ പിന്നെ അവിടെ പോയിട്ട് നേരം പാപ്പാഞ്ഞിയെ കാണാൻ പോയേക്കാണ്, മുസാഫത്ത് ചെയ്യാൻ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. പാപ്പാഞ്ഞി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ്. അവരുടെ കാലയളവിൽ കൊണ്ടുവന്നതാകുന്ന ഒരു ആചാരമാണത്. പ്രായം ചെന്നതാകുന്ന ഒരു മനുഷ്യനെ അതിന്ന് സാന്റക്ലോസയുടെ രൂപത്തിലൊക്കെ കൊണ്ടുവന്നാക്കി വെച്ചിട്ടുണ്ട്. അത് തെറ്റാണെന്ന് എല്ലാവരും നിരീക്ഷണം നടത്തിയിട്ട് പറയുന്നു. പ്രായം ചെന്നതാകുന്ന ഒരു മനുഷ്യനെ പഞ്ഞിക്കെട്ടൊക്കെ ഒന്നായിട്ടാക്കിയിട്ട് അയാൾ ഒരു രൂപമുണ്ടാക്കി വലിയ കോലത്തിൽ, അത് എത്ര അടി ഉയരത്തിൽ, 10, 20, 40, 50 അടി, 100, 150 ഒക്കെ അടിയിൽ ഉയരത്തിൽ വലിയ കോലമുണ്ടാക്കിയിട്ട് കത്തിച്ചു വിടുക. ഒരു പുതുവർഷത്തെ വരവേൽക്കുന്നത്, ഒരു നല്ല വർഷം സംജാതമാകട്ടെ എന്ന നിലയ്ക്കുള്ളതാകുന്ന പ്രത്യാശയിലൂടെയാണ് അതിനെ കത്തിക്കുന്നത് എന്ന് അതിൻ്റെ അഹ്ലുകാർ അവകാശപ്പെടുന്നു. ഒന്നുമില്ല, അതിനകത്തൊന്നും പ്രത്യേകമായി ഇസ്ലാമികമായ യാതൊരു വീക്ഷണവും അതിലില്ല. കുറച്ച് ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നു. അതിൽ നമ്മുടെ സമൂഹം പോയി കൂടിച്ചേരുകയാണ്. കള്ളുകുടിച്ചുകൊണ്ട് നൃത്തനിരങ്ങുകളിൽ നിലകൊള്ളുന്ന സമൂഹം. അതിലാണ് പെണ്ണ് വ്യത്യാസമില്ല, എല്ലാവരും കൂടിക്കലരാണ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. എവിടേക്കാണ് നമ്മുടെ തലമുറ പോകുന്നത്? ദീൻ പരിപൂർണമായി നഷ്ടപ്പെടുന്ന തലത്തിലേക്ക് നമ്മുടെ സമൂഹം, ഈ സമുദായം പോവുകയാണ്. ഏതാണ് ഈ മാസം? പരിശുദ്ധമായ റജബ് മാസം. മനുഷ്യനവന്റെ ഹൃദയത്തെ പരിപൂർണമായി സംസ്കരിച്ച് അള്ളാഹുവിലേക്ക് ലയിക്കാൻ ഉപകരിക്കുന്ന ഏറ്റവും മഹനീയമായ മാസം ഈ പുണ്യമായ മാസമാണ്. എന്തുകൊണ്ട്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാകുന്ന നാൾക്ക് മുതൽ അല്ലാഹു മാസങ്ങളെ ക്രമീകരിച്ചിട്ടുള്ളത് 12 മാസമായിട്ടാണ്. 12 മാസമായിട്ടാണ്. അതിൽ പുണ്യമായ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാകുന്ന 4 മാസങ്ങളാണ്. പവിത്രമായ മാസമാണ്, മഹനീയമായ മാസമാണ്. ദുൽഖഅദയാണ്, ദുൽഹിജ്ജയാണ്, മുഹറമാണ്, പരിശുദ്ധമായ റജബുമാണതെന്ന് നബിയോനാ റസൂലുള്ളാഹി. ഈ 4 മാസങ്ങൾ മഹത്തമാണ്. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. ഈ മാസങ്ങളിൽ ഒരു നിലയ്ക്കുമുള്ളതാകുന്ന കുറ്റങ്ങളിലേക്ക്, ഒരു നിലയ്ക്കുമുള്ളതാകുന്ന നീചമാകുന്ന പ്രവർത്തികളിലേക്ക് നിങ്ങൾ പോകരുതേ. പരിശുദ്ധ ഖുർആൻ ഈ മാസങ്ങളിൽ നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്നത് പോലെ ഈ മാസങ്ങളിൽ തിന്മ ചെയ്താൽ ഇരട്ടി ശിക്ഷ ലഭിക്കും. അതാണ് കാരണം. അതുകൊണ്ട് തന്നെ അള്ളാഹു എടുത്തു പറഞ്ഞു, ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും. ഈ മാസത്തിൽ നിങ്ങളുടെ സ്വന്തത്തോട് നിങ്ങൾ അക്രമം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ തെറ്റുകളിലേക്ക് പോകരുത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഏതൊക്കെ മാസം? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. 3 തുടർന്ന് വരുന്ന മാസം. സലാസത്തുൻ മുതവാലിയ. 3 തുടർന്ന് വരുന്ന മാസങ്ങളാണ് അറബി മാസങ്ങൾ. ബാക്കിയുള്ളതോ റജബ് മാസം. ഹിജറ കലണ്ടർ പ്രകാരം 7ാമത്തെ മാസമാണ് പവിത്രമായ റജബ് മാസം. റമദാനിലേക്കുള്ള ഒരു വിളംബരമാണിത്. റമദാൻ വരുന്നു എന്നുള്ളതിന് ഒരു ഫ്ലക്സ് ബോർഡ് അടിച്ചു വെക്കുന്നത് പോലെ നേരത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിലെ പ്രാർത്ഥനയിലൂടെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ, ഈ പ്രാർത്ഥനയിലൂടെ പുണ്യമാക്കപ്പെട്ട റമദാനിനെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് അല്ലാഹു നൽകുകയാണ്. എന്തിന്? ഒന്നൊരുങ്ങി തയ്യാറാകാൻ വേണ്ടി. ഒന്നൊരുങ്ങി തയ്യാറാകണം. എങ്ങനെ ഒരുങ്ങി തയ്യാറാവണം? ഇപ്പൊ ലീവാണ്, സ്കൂളൊക്കെ തുറക്കാൻ പോവാൻ. നാളത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ്. അപ്പൊ മക്കളെയും കുടുംബങ്ങളെയൊക്കെ ചേർത്തിട്ട് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുക. പഴയ കാലത്ത് ഉമ്മമാർക്കുണ്ട് പാത്രമൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കുക. അത് നോമ്പിന്റെ തലേ ദിവസം ചെയ്യേണ്ടതല്ല, നേരത്തെ റെഡിയാക്കിക്കോ. പരിശുദ്ധമായി റജബ് മാസത്തിൽ തന്നെ അതിനുവേണ്ടി തയ്യാറാകിൻ. അള്ളാഹു പവിത്രമാക്കിയ, അള്ളാഹുവിന്റെ മാസമായി പ്രവാചകന് പരിചയപ്പെടുത്തിയ ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ അതൊക്കെ ശ്രദ്ധിക്കൻ. വീടും പരിസരമൊക്കെ നല്ല വൃത്തിയാക്കി അവധിയുള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്തി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം തന്നെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. സ്ത്രീകളുടെ ഭാഗത്തൊക്കെ ഇന്നലെ കവർ നൽകിയിട്ടുണ്ട്. അതെല്ലാവരും ഇൻഷാ അല്ലാഹ് ഇന്നത് കൊണ്ടുവന്നിട്ടുണ്ടാകും. തിരിച്ച് ബക്കറ്റിലേക്ക് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇടുകയും നമ്മുടെ സദസ്സിൽ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വരുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയും ചെയ്യും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഓരോ പുരുഷന്മാരുടെ ഭാഗത്തൊക്കെ ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് കാര്യക്ഷമമാക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. വലിയ ചെലവാണ് നമ്മുടെ ഈ പരിപാടിക്ക്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും കാര്യമായ രീതിയിൽ സഹകരിക്കും. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇത് നിലനിർത്തിക്കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരെല്ലാം ഇതിനുവേണ്ടി സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പിന്തുണച്ചവരുണ്ട്, എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ അല്ലാഹ്. നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇവിടെ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ടോ? ഉണ്ടോ? നിങ്ങൾ കൈ ഉയർത്തിക്കുക നോക്കട്ടെ. വലത്തെ കൈ ഒന്ന് ഉയർത്തിക്കുക. ഇടത്തെ കൈ ഉയർത്തി. അപ്പൊ തന്നെ നല്ല ശ്രദ്ധയാണ്. ഒന്നുകൂടെ ഉയർത്തിക്കുക നോക്കട്ടെ. ബിസ്മില്ലാ. ഇത്രയും പേര് ശ്രദ്ധിക്കുന്നുണ്ട്. വേഗം ബക്കറ്റ് വിരിച്ചു. നല്ല ശ്രദ്ധയുള്ള സമയമാണ്. അള്ളാഹു നമ്മുടെ ശ്രദ്ധ നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ഈ ഉപദേശ നിർദ്ദേശങ്ങൾ മുഅ്മിനീങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ ശ്രദ്ധിക്കണം, നല്ലപോലെ ശ്രദ്ധിക്കാം. കൂടുതൽ നീട്ടിക്കൊണ്ടു പോകില്ല. തങ്ങൾ വരുന്നത് വരെയാണ് സംസാരം. അതുകൊണ്ട് 1 മണിക്കൂർ ചിലപ്പോൾ കിട്ടിയാലേ നല്ലപോലെ ശ്രദ്ധിക്കും. അള്ളാഹു നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. നല്ലപോലെ ശ്രദ്ധിക്കണേ.
അപ്പോൾ പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഈ മാസത്തിന്റെ മഹത്വവും പോരിശയും കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നു. നബി തങ്ങൾ ഹദീസുകളിലൂടെ ഈ മാസത്തിന്റെ മഹത്വത്തെ കൃത്യമായി വരച്ചു കാട്ടി. ഈ മാസത്തിൽ നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലം, ഈ മാസത്തിൽ തന്നെ തിന്മ ചെയ്താൽ ഇരട്ടി ശിക്ഷ. മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ തൗബ ചെയ്യൽ അനിവാര്യമായ ഒരു മാസം കൂടിയാണ്. റജബുൻ ശഹ്റുൽ ഇസ്തിഗ്ഫാർ, പരിശുദ്ധമായ റജബ് മാസം ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. അല്ലാഹുവിലേക്ക് തൗബ ചെയ്യേണ്ട മാസമാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഈ ദിക്ർ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട മാസമാണേത്? ഈ മാസം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റക്കാമി പറ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് ഏറ്റവും കൂടുതൽ ചെല്ലേണ്ട സമയം, ഇസ്തിഗ്ഫാർ ഏറ്റവും കൂടുതൽ ചെല്ലേണ്ടത് എപ്പോഴും നല്ലത് എപ്പോഴാ? അത്താഴ സമയമാണ്. വബിൽഅസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അത്താഴ സമയം പടച്ചറബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുന്നവരെ സ്വർഗം അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വിശുദ്ധമായ ഖുർആൻ രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 എണ്ണം. തഹജ്ജുദ് റമദാൻ വന്നിട്ട് ഇനി തുടങ്ങുക, അങ്ങനെയല്ല, ഇപ്പോഴേ തുടങ്ങി വെക്കുക. റമദാൻ എന്തായാലും നീ എഴുന്നേക്കും, കാരണം ആ സമയത്ത് ഒരു ഫുഡുണ്ട്. അതുകൊണ്ട് നീ എന്തായാലും റാഹത്തോ ഹയാത്തോ. അല്ലാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. അതല്ലാത്തപ്പോൾ തന്നെ തുടങ്ങി വെക്കണം. ഒരു മനുഷ്യന് ഏതെങ്കിലും ഉന്നതമായ ഒരു തലത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവന്റെ മനസ്സിലൊരു നീയത്തുണ്ട്. ഇപ്പൊ ഈ സദസ്സിൽ വന്നു ചേർന്നിട്ടുള്ള മുത്തഅല്ലിമീങ്ങൾക്കൊരു നീയത്തുണ്ട്. എനിക്കൊരു ആലിമാകണം, നല്ലൊരു പണ്ഡിതനാകണം, നല്ലൊരു മുദരിസാകണം, നല്ലൊരു ഖതീബാകണം, നല്ലൊരു പ്രഭാഷകനാകണം. എന്താണോ നിങ്ങളുടെ നീയത്ത്? ഈ സദസ്സിൽ ഓരോ കച്ചവടക്കാരുണ്ട്, അവർക്ക് അവരുടെ ബിസിനസ്സിൽ ഉന്നതമായ ശ്രേണിയിലേക്ക് എത്തണം. വിദ്യാഭ്യാസം നുകരുന്ന വിദ്യാർത്ഥികളുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്, അവർക്ക് വിവിധങ്ങളാകുന്ന തലത്തിലേക്ക് എത്തിച്ചേരണം. IAS വേണം, IPS വേണം, എഞ്ചിനീയർ ആണെങ്കിൽ ഡോക്ടർ ആവണം. ഏതെല്ലാം തലത്തിലേക്ക് നിനക്ക് എത്തണോ, പ്രവാസ ലോകത്ത് തന്നെ ഉന്നതമായ ശ്രേണിയിലേക്ക് നിന്റെ കച്ചവട സ്ഥാപനം എത്തിച്ചേരണം. ഏതെല്ലാം തലത്തിലേക്ക് എത്തണോ, നിന്റെ മനസ്സിനെ നിയ്യത്തനുസരിച്ചുകൊണ്ട് എത്തിച്ചേരാൻ പറ്റും. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ മതി, മുടങ്ങരുത്. ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا. സ്തുതിക്കപ്പെടുന്നതാകുന്ന ഒരു സ്ഥാനത്തിന് ഏതൊരു സത്യവിശ്വാസി ആഗ്രഹിക്കുന്നു, ജനങ്ങൾ മുഴുവനും ഏറ്റവും മനോഹരമായ സ്ഥാനമാണെന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നിനക്ക് ദുനിയാവും ആഖിറത്തിലും ഉയരണോ. 2 റക്അത്ത് തഹജ്ജുദ് പതിവാക്കൽ അനിവാര്യമാണ്. മുടങ്ങാതെ നിത്യമായി കൊണ്ടുപോകൽ പെങ്ങളെ അനിവാര്യമാണ്. ദാമ്പത്യ ജീവിതത്തിലുള്ള വിഷമങ്ങൾ നീങ്ങാൻ, ശാരീരികമാകുന്ന അസ്വസ്ഥതകൾ മാറാൻ, മക്കൾ സ്വാലിഹീങ്ങളായി തീരാൻ, കുടുംബജീവിതം തകരാറിരിക്കാൻ, ഖൈറായ ഇണയെ തുണയെ ലഭിക്കാൻ, ലഭിച്ച ഇണകളിൽ ബറക്കത്തുണ്ടാവാൻ, കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവാൻ, ദുനിയാവിലും ആഖിറത്തിലും ഉന്നതമായ ശ്രേണിയിലേക്ക് എത്തിച്ചേരാൻ നിനക്ക് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന തഹജ്ജുദിനെ പതിവാക്കാൻ സാധിച്ചു. അസാ അൻ യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദാ, സ്തുതിക്കപ്പെടുന്ന ഒരു സ്ഥാനത്തിന് അല്ലാഹു നിന്നെ അർഹനാക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ഇറക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലുമ്പോൾ സൂറത്തുൽ മുസമ്മിൽ ഓതി പൂർത്തീകരിച്ചിട്ട് ആണ് 100 വട്ടം ചെല്ലുന്നെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അതാണ് സൂറത്തുൽ മുസമ്മിൽ. അതിന്റെ ലാസ്റ്റ് ആയത്ത് അല്പം ദീർഘമുള്ള ആയത്താണ്. അതിന്റെ ലാസ്റ്റ് ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്: വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ് ഹുവ ഖൈറൻ വഅഅളമ അജ്റാ വസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം.
അള്ളാഹുവിലേക്ക് പാപമോചനത്തിന് തേടണേ. അള്ളാഹു പാപം പുറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് എന്ന അർത്ഥം വരുന്ന ഈ ആയത്ത് ഓതിയിട്ടാണ് ചെല്ലുന്നതെങ്കിൽ ഒന്നുകൂടി ബെറ്ററാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി പ്രയാസമാണ്, അതൊക്കെ ഓതൽ ബുദ്ധിമുട്ടാണെങ്കിൽ വിഷമിക്കണ്ട. നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്താൽ മതി, അതൊന്നും ഓതാൻ അറിയാത്ത പ്രയാസമുള്ള ആളുകൾ തൽക്കാലം ഇസ്തിഗ്ഫാർ മുറുകെ പിടിച്ചു. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അതിന്റെ 100 പറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയ 100 വേണം. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു ലഹു ഫീ കുല്ലി യൗമിൻ 100 മറ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും 100 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ. ആരാണ് ഈ ഹബീബ്? ജീവിതത്തിൽ ഒരു പാപം പോലും ചെയ്യാത്ത വ്യക്തിയല്ലേ? സർവ പാപങ്ങളും പൊറുക്കപ്പെട്ടതായ വ്യക്തിയായി ഖുർആൻ തന്നെ പ്രഖ്യാപിച്ചതായ വ്യക്തിയല്ലയോ? ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാതൻ മുസ്തഖീമാ. മുൻപിൻ പാപങ്ങൾ പുറക്കപ്പെട്ടതാകുന്ന വ്യക്തിയല്ലേ പ്രവാചകർ? എല്ലാ പ്രവാചകന്മാരും മഅസൂമീങ്ങളാണ്, പാപസുരക്ഷിതരാണ്. പിന്നെന്തിനാണ് അല്ലാഹുവിന്റെ റസൂൽ 100 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലിയത്? ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള നേട്ടം പാപമോചനം മാത്രമേ അല്ല. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ചില ആളുകൾ മനസ്സിലാക്കും അസ്തഗ്ഫിറുല്ലാഹല്ലദീ, അതൊന്നും വലിയ കാര്യമില്ല. നമ്മുടെ സുന്നികളായ ആളുകൾ പോലും നിസ്കാരം കഴിഞ്ഞിട്ട് ചാടി ഇറങ്ങി ഓടുന്ന കാലഘട്ടം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പിന്നെങ്ങനെ ഹൃദയത്തിന് സമാധാനം കിട്ടും? പിന്നെങ്ങനെ ആത്മീയമായി നമുക്ക് സംസ്കരണം ഉണ്ടാകും? അലാ, അറിയണേ, പഠിക്കണേ, മനസ്സിലാക്കണേ, ഉൾക്കൊള്ളണേ, ഉൾക്കൊള്ളണേ. ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് സമാധാനം വേണോ? ഹൃദയത്തിന് ശാന്തി വേണോ? എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല സഹോദരാ, സഹോദരി. മനസ്സമാധാനം തുടികൊള്ളുന്നത് അള്ളാഹുവിനെ ഓർക്കുമ്പോഴാണ്, സ്മരിക്കുമ്പോഴാണ്. ഈ ലോകത്തിന് തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ചതായ റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതായ ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ അല്ലാഹ്. ആ അല്ലാഹുവിനെ സ്മരിക്കുന്നവരുണ്ടോ? അലാ, അറിയണേ, പഠിക്കണേ, മനസ്സിലാക്കണേ. ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കലിലൂടെ മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് സമാധാനം വേണോ? ദിക്ർ വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ ദിക്ർ ഏറ്റവും കൂടുതൽ തുടങ്ങി വെക്കേണ്ട സമയമാണിത്. റജബുൻ ശഹറുൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്, മാസമാണ്. നിസ്കാരം കഴിഞ്ഞ് സടകുടഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതായ കേവലം ആധാർ കാർഡിലും റേഷൻ കാർഡിലും പാൻ കാർഡിലും SIR-ൻ്റെതാകുന്ന ഫോമുകളിലുമൊക്കെ മുസ്ലിം പേരെഴുതി വെച്ചുകൊണ്ട് ഇറങ്ങി നടക്കുന്നതായ മുസ്ലിമേ, മുനാഫിക്കിൻ്റെതാകുന്ന പ്രവണത ഏറ്റെടുക്കുന്നവരെ, ഇബാദത്തിനോട് കർമ്മോത്സുകതയില്ലാത്ത സുന്നി, എന്തിനാണ് ഈ പേര് വെച്ച് നീ
നിലകൊള്ളുന്നത്, നിനക്ക് നിസ്കാരത്തിന് ശേഷം ഇസ്തിഗ്ഫാറിനോട് മടിയാണ്, സുബ്ഹാനല്ലാഹയോട് വെറുപ്പാണ്, അൽഹംദുലില്ലയോട് തീരാത്ത വെറുപ്പാണ്, അല്ലാഹു അക്ബർ എന്ന് പറയാ സമയമില്ല, ബിസിനസിന്റെ പിറകെ ഓട്ടമാണ്. നാളെ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോ കൈ കടിച്ചവനായി നീ മാറുമേ. പടച്ചറബിനെ ഓർക്കാത്തതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാകുമേ. യൗമ യഅള്ളുല്ലാലിമു അലാ യദൈഹി. നാളെ പടച്ചറബിന്റെ ദർബാറിൽ എത്തുമ്പോ അമലുകൾ കണ്ടുകൊണ്ട് അമലുകൾ പരിപൂർണമായി തകർക്കപ്പെട്ടു പോയത് നേർക്ക് നേരെ കാണുമ്പോൾ കൈ കടിച്ചുകൊണ്ട് വ്യസനിക്കുന്നവരായി മാറുമേ. പരിശുദ്ധമായ ഖുർആൻ വയഖൂൽ. നാളെ അല്ലാഹുവിന്റെ ദർബാറിൽ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ അമലില്ലാത്ത മനുഷ്യ, നിസ്കാരമില്ലാത്ത മനുഷ്യ, നോമ്പുകൾ നോറ്റ് വീട്ടാത്ത സഹോദര, വിക്റിന്റെ സദസ്സുകൾ പങ്കെടുക്കാതെ, വിക്റ് ചൊല്ലാതെ, ആത്മീയതയുടെ തലം തൊട്ട് തീണ്ടാതെ, ദുനിയാവിലെ സിനിമ കളിച്ചുകൊണ്ട്, സീരിയൽ ദർശിച്ചുകൊണ്ട്, റീൽസിന്റെ പിറകിൽ കൂടിയിട്ടുള്ളതാകുന്ന സഹോദരിമാരെ, ദുനിയാവിൽ വെച്ചുകൊണ്ട് ക്രിസ്മസിന്റെ രാവുകളിലും ന്യൂ ഇയറിന്റെ രാവുകളിലും ആഘോഷ പൊലിമകളിലായി ദുനിയാവിനെ അടിച്ചു പൊളിച്ച് രസിച്ചു കഴിഞ്ഞവരെ കടിക്കുകയാണ്. വയൗമ യഅള്ളുല്ലാലിമു അലാ യദൈഹി. ഈ ദുനിയാവിൽ അക്രമം ചെയ്തതാകുന്ന മനുഷ്യനാണ്, സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്തവനാണ്, സമൂഹത്തോട് അക്രമം ചെയ്തവനാണ്, സമുദായത്തോട് അക്രമം ചെയ്തവനാണ്, ഇതര സമുദായത്തോടുള്ള അക്രമം അഴിച്ചുവിട്ടവനാണ്, ഈ ദുനിയാവിൽ എല്ലാ നീചവൃത്യങ്ങൾക്കും കുട പിടിച്ചവനാണ്. MDM അടിച്ചുകൊണ്ട്, LSD അടിച്ചുകൊണ്ട്, ലഹരി നുണഞ്ഞുകൊണ്ട് നടന്നതാകുന്ന ചെറുപ്പക്കാരൻ നാളെ അള്ളാന്റെ കോടതിയിലെത്തുമ്പോ കൈകടിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. വയഖൂൽ. നാളെ അല്ലാഹുവിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്, യാ ലൈതനീ ഇത്തഖദതു മഅർ റസൂലി സബീലാ. യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ലോകരെ പഠിപ്പിക്കുകയാണ്. ആത്മസംസ്കരണം കിട്ടാത്ത മനുഷ്യ, ഈ പരിശുദ്ധമാക്കപ്പെട്ട ആത്മീയ വേദിയിൽ ഔലിയാക്കളുടെ തിരുസവിധത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നതായ ഖുർആനിന്റെ വിസ്മയം തീർക്കുന്നതാകുന്ന ഈ രാവിൽ മനോഹരമായ ആത്മസംസ്കരണം നിനക്ക് നേടണോ? ദിക്റിലേക്ക് കടന്നു വരണേ, ഔലിയാക്കളുടെ പാത നീ പിന്തുടരണേ, നമസ്കാരങ്ങൾ ചിട്ടവെക്കണേ, ഇബാദത്തുകളിലേക്ക് കണിശത വെക്കണേ. ഇല്ലെങ്കിൽ ആഖിറത്തിൽ വിലപിച്ചുകൊണ്ട് പറയും, അല്ലാഹുവേ, ഇന്നാലിന്ന മനുഷ്യനെ ഞാൻ എൻ്റെ കൂട്ടുകാരനാക്കിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ, എത്ര നാശമാണ്. യാ വൈലതാ, എന്നെ നാശമേ, ദുഃഖമേ, എന്നെ വിരഹമേ, പ്രയാസമേ. ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഇന്നാലിന്ന മനുഷ്യൻ, ഇന്നാലിന്ന ചെറുപ്പക്കാരൻ, ഇന്നാലിന്ന കൂട്ടുകാരൻ, ഇന്നാലിന്ന കൂട്ടുകാരിയെ എന്നെ കൂട്ടുകാരിയാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. അവളെ കൂട്ടുകാരി ആക്കിയത് കൊണ്ടാണ് ഞാനിതാ ലെസ്ബിയനിലേക്ക് പോയിട്ടുള്ളത്. അവനുമായി ചേർന്നത് കൊണ്ടാണ് ഞാൻ ഗേയുടെ സ്വഭാവം എന്നിൽ കടന്നു വന്നിട്ടുള്ളത്. ഇന്നാലിന്ന കൂട്ടുകാരനാണ് എന്നെ സിഗരറ്റ് വലിക്കാൻ
പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്നാലിന്ന കൂട്ടുകാരനാണ് എന്നെ കഞ്ചാവിന് അടിമപ്പെടുത്തിയിട്ടുള്ളത്, ഇന്നാലിന്ന കൂട്ടുകാരനാണ് പൈസ കൊടുത്തപ്പോൾ MDMA എനിക്ക് കൈമാറി തന്നത്, ഞാൻ ഇന്നതിൻ്റെ കാരിയറാണ്, ഇന്ന് കാസർഗോഡിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഞാനിതാ കൊണ്ടെത്തിക്കുന്നവനാണ്. ഇങ്ങനെ ജീവിച്ച് കളിച്ച് രസിച്ച് രമിച്ച് എല്ലാ ടർഫുകളിലും പോയി പന്ത് കളിച്ചുകൊണ്ട് റീൽസ് കളിച്ചുകൊണ്ട് നടക്കവേ, ന്യൂ ഇയറിൽ ആഘോഷ പൊലിമയോടുകൂടി കുപ്പി പൊട്ടിച്ചുകൊണ്ട് മനോഹരമായി കള്ളു കുടിച്ചുകൊണ്ട് നടക്കവേ, ഹത്താ അതാനൽ യഖീൻ, അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കരാളഹസ്തങ്ങളിൽ പിടിമുറുക്കുകയാണ്, വേദന കൊണ്ട് പൊളയുകയാണ്. ഇതാ മഹ്ശറയിലേക്ക് എത്തിപ്പെടുകയാണ്. ഇന്നിതാ കൈകടിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ, എന്നാലിന്ന കൂട്ടുകാരന് ഞാൻ എൻ്റെ കൂട്ടുകാരനാക്കിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. അവൻ കാരണമാണ്, അവൾ കാരണമാണ് ഞാൻ ഈ ശിക്ഷ അനുഭവിക്കുന്നത് അല്ലാ. നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അന്ന് ഖേദിക്കാതിരിക്കണമെങ്കിൽ ഇന്ന് മാറി ചിന്തിച്ചോ, നല്ല സമയമാണിത്. ഇനി ഇതുപോലൊരു ടൈം കിട്ടൂല. ഇനി ഒരു 5 വർഷം കഴിയും ഇതേപോലെ നിങ്ങൾക്കൊരു വാദിന്റെ മജ്‌ലിസ് ഒരുമിച്ച് കൂട്ടാൻ. ആ 5 കൊല്ലത്തിനുള്ളിൽ നമ്മൾ മരണപ്പെട്ടു പോയാൽ കഴിഞ്ഞില്ലേ? കഴിഞ്ഞ വർഷം 5 കൊല്ലം മുമ്പ് ഇതേപോലെ ഉദയാസ്തമാന ഉറൂസിന് പങ്കെടുത്തിട്ടുള്ള എത്ര സാലിഹീങ്ങൾ ഇന്ന് ഈ പള്ളിയുടെ മൈലാഞ്ചി കാടുകൾക്കിടയിൽ കിടക്കുന്നുണ്ട്. ഇന്ന് അവര് ഖബറിൽ കടന്നു പറയുന്നു, ഉസ്താദാ പറയുന്നത് ഹക്കാണ്, ശ്രദ്ധിക്കണേ എന്ന് അവര് സാക്ഷ്യപ്പെടുത്താൻ. നമ്മൾ അഹങ്കാരത്തോടു കൂടി നിൽക്കുന്നു, ഞാൻ മരിക്കില്ല എന്ന്. അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ, ദീർഘായുസ്സ് അള്ളാഹു പ്രദാനം ചൊരിയട്ടെ. 5 കൊല്ലത്തിന് ശേഷം ഇനി ഇതുപോലൊരു ഉറൂസിന് നമുക്കിനി സംഗമിക്കാൻ പറ്റുമോ? ഓരോ 5 കൊല്ലം കൂടുമ്പോൾ ഉറൂസ് നടക്കുന്നുണ്ട്, മതപ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളിൽ മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? മാറ്റം നമ്മളിൽ ഉണ്ടാവണം. ഈ മഹാന്മാരെ അനുസ്മരിക്കുന്നതും ഇവരുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ, മുസ്ലിം സമുദായത്തിനും ഇതര സമുദായത്തിലുള്ള ആളുകളൊക്കെ നേർച്ച നേർന്നുകൊണ്ട് ഇവിടെ വന്നുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതും അവർ അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്നതുകൊണ്ടാണ്. അവരുടെ ഹൃദയം കൊണ്ട്, അവരുടെ ശരീരം കൊണ്ട് അള്ളാഹുവിലേക്ക് പരിപൂർണമായി ഒഴുകി ജീവിച്ചത് കൊണ്ടാണ്. നമ്മൾ കേവലം പറച്ചിൽ മാത്രമായി, ആധാർ കാർഡിലും റേഷൻ കാർഡിലും പാൻ കാർഡിലും പാസ്പോർട്ടിലും മാത്രമായി മുസ്ലിമായി നമ്മൾ നിലകൊള്ളുന്നു. യഥാർത്ഥ മുഅ്മിനാകാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ അർത്ഥമില്ല. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹല്ലദീ നല്ലതുപോലെ അധികരിപ്പിച്ചു. ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല, അതിൻ്റെ മഹാത്മ്യമൊന്നും ഇപ്പോൾ പറയുന്നില്ല. പറഞ്ഞാൽ അത് തന്നെ പറഞ്ഞു പോകേണ്ടി വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ ഹദീസ് മാത്രം പറയാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, من لزم الاستغفار جعل الله له من كل هم فرجا ومن كل غم مخرجا ويرزقه من حيث لا يحتسب. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആരൊരുവൻ ഇസ്തിഗ്ഫാറിനെ മുറുകെ പിടിച്ചുവോ, ഇസ്തിഗ്ഫാർ നിത്യമാക്കിയോ, പാപമോചനം ഉറപ്പാണ്. തീർന്നില്ല. ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ഗമ്മിൻ മഖറജാ. എല്ലാ മനപ്രയാസങ്ങളിൽ നിന്ന്, എല്ലാ മാനസികമാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു എക്സിറ്റ് നൽകുമേ, തുറസ് നൽകുമേ. ഇസ്തിഗ്ഫാർ മുറുകെ പിടിച്ചാലെങ്കിലെന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിൽ ഒരു ടെൻഷൻ ഉണ്ടാവൂല. ഈ മൈക്ക് സെറ്റൊക്കെ ആയിട്ട് ഇനി എങ്ങനെ നടക്കും എന്നുള്ള ടെൻഷനുണ്ടോ? ടെൻഷനൊന്നും വേണ്ട. അസ്തഗ്ഫിറുല്ലാഹല്ലദീ അധികരിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാ ടെൻഷനും പോവും. മാനസികമാകുന്ന എല്ലാ പ്രശ്നങ്ങളും, എല്ലാ സങ്കുചിതമാകുന്ന മനോഭാവങ്ങളും ഇല്ലാതായി തീരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്ത് ചൊല്ലിയാൽ? അസ്തഗ്ഫിറുല്ലാഹല്ലദീം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു, അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു എല്ലാ വിഭവങ്ങളും നൽകും. റിസ്ഖ് എന്ന് പറഞ്ഞാൽ കുഴിമന്തി അല്ല. ചിലരങ്ങനെ മനസ്സിലാക്കും, നല്ല കുഴിമന്തി കിട്ടും. അങ്ങനെയല്ല.
കുഴിമന്തിയും കിഴിപൊറോട്ടായും ഒന്നുമല്ല. പിന്നെന്താണ്? മംഗലാപുരത്ത് പോയി നല്ല മീൻ കഴിക്കുക ഉസ്താദേ എന്ന് പറയുന്ന ആൾക്കാർ. നല്ല മീൻ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ, ആബിദീങ്ങൾ അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ. നല്ല ഭക്ഷണത്തോടൊപ്പം നല്ല വീട്, നല്ല വാഹനം, നല്ല വസ്ത്രം, നിനക്ക് അനുയോജ്യമാകുന്ന എല്ലാ വിഭവങ്ങളും അള്ളാഹു തരും. അതാണ് അതിൻ്റെ അർത്ഥം. വീടില്ലാത്ത ആളുകൾ, നല്ല വസ്ത്രമില്ലാത്ത ആളുകൾ, നല്ല കുടുംബ പശ്ചാത്തലമില്ലാത്ത ആളുകൾ എല്ലാം അള്ളാഹു അടുപ്പിച്ചു തരും. മിൻ ഹൈസു ലാ യഹ്തസിബൂൻ, അവൻ വിചാരിക്കാത്ത ഭാവത്തിലൂടെ അള്ളാഹു തരും. ചില ആളുകൾ വീട് പണി തുടങ്ങുമ്പോൾ പറയാറില്ലേ, ഒന്നുമില്ല ഉസ്താദേ പ്രത്യേകം ദ്വാരക്കണം, 1 വർഷം കൊണ്ട് തീർക്കണമെന്നാണ്. 6 മാസം കൊണ്ട് തീർന്നിട്ടുണ്ടാവും. അപ്പൊ അയാൾ തന്നെ ഇതേ ഉസ്താദിന്റെ അടുത്ത് പറയും, അള്ളാഹു എങ്ങനെ തീർന്നെന്നറിയില്ല ഉസ്താദ്, പൈസ ഒന്നും ഇല്ലായിരുന്നു, ഞാൻ കൊണ്ട് നിയത്ത് ചെയ്ത് ഇറങ്ങിയപ്പോൾ അൽഹംദുലില്ലാഹ് എല്ലാം അടുപ്പിച്ചു തന്നല്ലാഹു. അതാണ് പറഞ്ഞത് മിൻ ഹൈസു ലാ യഹ്തസിബു, അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹ് ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, കാര്യം അങ്ങ് നടക്കും. അതിനെന്ത് വേണം? അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അങ്ങനെ അധികരിപ്പിക്കണം. ഒരു 3 വട്ടം ചൊല്ലിക്ക് എല്ലാവരും ഒന്ന് ഉറക്കെ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം മിൻ കുല്ലി ദംബിൻ അളീം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അദീം മിൻ കുല്ലി ദംബിൻ അളീം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അദീം മിൻ കുല്ലി ദംബിൻ അളീം വഅതൂബു ഇലൈഹി. ഇറാഖിൽ വലിയ ഒരു മഖാമുണ്ട്. ബസറ പട്ടണത്തിൽ മഹാനാകുന്ന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, താബികളിൽ പ്രമുഖനായ വ്യക്തിയാണ്. അൽഹംദുലില്ലാഹ് പലപ്പോഴും സിയാറത്ത് ചെയ്യാൻ അള്ളാഹു അവസരം നൽകിയിട്ടുണ്ട്. ഈ വിനീതന് നമുക്കെല്ലാവർക്കും കൂടെ എത്തിപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇറാഖിലെ ബസറ പട്ടണത്തിലുള്ള വലിയ ആ പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം ചെയ്യുന്ന വലിയ മക്ബറയുടെ പരിസരത്ത് വലിയൊരു മഖാമാണത്. ആ മഖാമിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന മഹാനാകുന്ന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, വളരെ വലിയ ബുദ്ധിമുട്ട്, സാമ്പത്തികമായി വളരെ പ്രയാസം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നീ അസ്തഗ്ഫിറുല്ലാഹൽ അദീം അധികരിപ്പിക്കുക, സാമ്പത്തികം കിട്ടാനേ. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, മക്കളില്ല, വിഷമം, വല്ലാതെ ബുദ്ധിമുട്ട്, വർഷങ്ങളായി ദാമ്പത്യ ജീവിതം നയിക്കുന്നു, പല കേസുകളിലും പല വിഷയങ്ങളിലും പല ചികിത്സയൊക്കെ ചെയ്തു നോക്കി, ഒരു കാര്യമില്ല, ഒന്നും ഫലിക്കുന്നില്ല. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ അസ്തഗ്ഫിറുല്ലാഹൽ അദീം അധികരിപ്പിക്കാൻ, മക്കളെ കിട്ടാൻ. മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ വലിയ പാപിയാണ്, ദോഷിയാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, എന്റെ പാപങ്ങളൊക്കെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കണം, അതിനുള്ള എളുപ്പവഴി എന്താണ്? അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലി ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കൽ. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്, നിസാരാളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ ഈ ഓരോന്നിനും ഇസ്തിഗ്ഫാർ പറയാനുള്ള കാരണം അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. സൂറത്തു നൂഹിലെ ആയത്ത് ഓതിക്കൊടുക്കാൻ. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണേ ചൊല്ലണേ. വിഗ്രഹാരാധരുന്നതായ സമൂഹമാണല്ലോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം. ആ സമുദായത്തോട് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞതാകുന്ന വചനമാണ് ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുന്നത്. ഇത് ലോകാവസാനം വരെയുള്ള സത്യവിശ്വാസികൾക്ക് കാറ്റലോഗാണ്, വഴികാട്ടിയാണ്. നമുക്കും ഇത് പാഠമാണ്. അള്ളാഹുവിലേക്ക് പാപമോചനത്തിന് തേടിയാൽ അള്ളാഹു സർവ്വ പാപങ്ങളും പുറത്തു നൽകുമേ. ഇന്നഹു കാന ഗഫാറാ, പാപം പുറത്തു നൽകുന്നതായ അള്ളാഹു, അവനിലേക്ക് നിങ്ങൾ പാപമോചനത്തിന് അർത്ഥിച്ചുകൊണ്ട് നിലകൊള്ളണേ.
പാപമോചനത്തിന് ഹേതുവാണ്. തീർന്നില്ല. യുർസിലി സമാ അലൈക്കും മിദ്റാറാ, അതിശക്തമായി കുത്തിച്ചൊരിയുന്നതാകുന്ന കാരുണ്യത്തിന്റെ മഴ അല്ലാഹു നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാലെങ്കിലെന്ന് പരിശുദ്ധമായ ഖുർആൻ. മഴയില്ലാതെ വിഷമിക്കുന്ന മുസ്ലിമേ, കുളത്തിൽ വെള്ളമില്ല, തടാകങ്ങളിൽ വെള്ളമില്ല, സമുദ്രനിരപ്പിൽ വെള്ളമല്ല, കുറവാണ്, മാനസികമായ പ്രയാസമാണ്. കാരുണ്യത്തിന്റെ മഴ അല്ലാഹു നിനക്ക് വർഷിച്ചു തരണോ? നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. പാവം പൊറുക്കാൻ മാത്രമുള്ളതല്ല ഇസ്തിഗ്ഫാർ, കാരുണ്യത്തിന്റെ മഴ വർഷിക്കാൻ കാരണമാണ്. തീർന്നില്ല. വയുംദിദുകും ബിഅംവാലിൻ, സമ്പത്ത് അല്ലാഹു നിങ്ങൾക്ക് അധികരിപ്പിക്കുമേ. സമ്പത്തില്ലാതെ വിഷമിക്കുന്ന മുസ്ലിമേ, അല്ലാഹു സമ്പത്ത് നിങ്ങൾക്ക് നൽകുന്നതാണ്. സമ്പത്തില്ലാതെ വിഷമിക്കുന്ന സഹോദരി, അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് നീട്ടി തരുന്നതാണ്. തീർന്നില്ല. വബനീർ, മക്കളില്ലാതെ വിഷമിക്കുന്നവരെ അല്ലാഹു സന്താനങ്ങളെ നിങ്ങൾക്ക് നൽകുമേ. അല്ലാഹു സമ്പത്ത് നൽകും, അല്ലാഹു പുറത്ത് അല്ലാഹു നൽകും. കാരുണ്യത്തിന്റെ മഴ അല്ലാഹു വർഷിച്ചു നൽകും. തീർന്നില്ല. ഖുർആൻ വീണ്ടും ഓഫർ നൽകുകയാണ്. കേവലം ഏതെങ്കിലും ഒരു മാളിൽ, ലുലു മാളിലോ ഏതെങ്കിലും ഒരു മാളിലോ നൽകുന്നതായ ക്രിസ്മസിന്റെ ന്യൂ ഇയറിന്റെ കുറഞ്ഞ ദിവസത്തേതാകുന്ന ഓഫറിന്റെ പാക്കേജ് അല്ല. ഏതെങ്കിലും മിഡ് നൈറ്റുകളിൽ മാത്രം തുറന്നു വെച്ചുകൊണ്ട് ജനങ്ങളെ ഓടിച്ചു കയറ്റിക്കൊണ്ട് 2 മണിക്കൂർ സമയത്തേക്ക് 4 മണിക്കൂർ സമയത്തേക്ക് മാത്രമുള്ളതായ 50% ഓഫർ അല്ല. പരിശുദ്ധമായ ഖുർആൻ ഇതാ പ്രഖ്യാപിച്ചിട്ട് 1400 വർഷങ്ങൾ പിന്നിടുന്നു. ഇന്നും നിലനിൽക്കുന്ന ഓഫറാണ്. ലോകാവസാനം വരെ നിലനിൽക്കുന്നതായ ഓഫറാണ്. ഓഫറിൻ്റെതാകുന്ന തട്ട് മാറ്റില്ല കേട്ടോ. പാപം പൊറുക്കണോ? തെറ്റുകൾ ചെയ്തതാകുന്ന മനുഷ്യ സഹോദരി, അല്ലാഹുവിലേക്ക് ഈ മാസത്തിൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളണേ. നീ എത്ര തെറ്റുകൾ ചെയ്തവനായിരുന്നാലും പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആയിരക്കണേ. അല്ലാഹു പാപം പുറത്തു നൽകുക മാത്രമല്ല, കാരുണ്യത്തിന്റെ മഴ അല്ലാഹു വർഷിച്ചു നൽകുന്നതാണ്. തീർന്നില്ല. സന്താനങ്ങളെ അല്ലാഹു നൽകുന്നതാണ്. സമ്പത്ത് അല്ലാഹു അധികരിപ്പിക്കുന്നതാണ്. തീർന്നില്ല. ഖുർആൻ വീണ്ടും ഓഫർ നൽകുകയാണ്. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ, സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളും സ്വർഗീയ അരുവികളും അല്ലാഹു സമ്മാനിക്കുമേ. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാലെങ്കിലെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാധാരണ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് 3 ചെല്ലുമ്പോഴേ ഓടി. ഇത് ഭയങ്കര ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. ഓരോ ദിക്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ക്ലാസ് കൊടുക്കണം, എങ്കിലേ ജനങ്ങളുടെ ഹൃദയത്തിൽ മതിയുള്ളൂ. കഴിഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹ് ഏൽപ്പിച്ചവനെ ചെല്ലാനായിട്ട് അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നമ്മളെല്ലാം ഈ ധൃതിയാണ്, ഇടിപിടി എന്നുള്ള പരിപാടിയാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരു സമയത്ത് പോലും അല്ലാഹുവിനെ കൃത്യമായി ഓർക്കുന്നില്ല, സ്മരിക്കുന്നില്ല. എല്ലാ കളിതമാശകളും രേഖപ്പെട്ടുകൊണ്ട് ഓടി നടക്കുന്നവനായി മനുഷ്യൻ മാറി. എല്ലാ അശ്ലീലതകളും ഇന്നത്തെ തലമുറയുണ്ട്. ഞാനതാ പറഞ്ഞത്, ക്രിസ്മസിന്റെ രാവിൽ, ന്യൂ ഇയറിന്റെ രാവിൽ, മറ്റു മതങ്ങളുടെ ആഘോഷപ്പൊലിമകളിലൊക്കെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നതും സ്റ്റാർ തൂക്കിയിട്ട് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഉമ്മത്താണ്. ലക്കും ദീനുക്കും വലിയ ദീനെന്ന് പഠിപ്പിച്ച മതത്തിന്റെ അഹ്ലുകാരാണ് നമ്മൾ. മറ്റുള്ള മതത്തിന്റെ ആദർശങ്ങൾ നമ്മൾ കൈക്കൊള്ളാൻ പാടില്ല. മതലയനം പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടില്ല. നമ്മൾ എക്കാലഘട്ടത്തിലും പ്രോത്സാഹിപ്പിക്കുകയും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയും നമ്മുടെ ഈ സദസ്സിൽ ഇതിന് തൊട്ടുമുമ്പ് നടന്നതാകുന്ന മതസൗഹാർദ്ദ സദസ്സുകളിൽ അവരെ ചേർത്ത് നിർത്തുന്നു. അവരെ കാണുമ്പോൾ സംസാരിക്കുന്നു, അവരുടെ കുശലാന്വേഷണങ്ങൾ നടത്തുന്നു. അയൽവാസിയാകുന്ന അന്യസമുദായത്തിൽപ്പെട്ട ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, ഏത് വ്യക്തിയായിരുന്നാലും നമ്മുടെ വീട്ടിലുള്ളതാകുന്ന കറി അതിനല്പം കൂടി ചാറ് കൂട്ടിയിട്ടാണെങ്കിലും പട്ടിണി കിടക്കുന്നവരുടെ വിശപ്പകറ്റുന്നു.
അവരോട് സംസാരിക്കുന്നതിൽ ഒരു തടസ്സം പരിശുദ്ധ ഇസ്ലാം പറയുന്നില്ല. നിന്റെ വീട്ടിൽ വെക്കുന്ന ഭക്ഷണ സാധനം അങ്ങോട്ട് കൈമാറ്റം ചെയ്യുന്നതിനും അവരിങ്ങോട്ട് നൽകുന്നതും അത് കഴിക്കുന്നതിനും ഒന്നും പരിശുദ്ധ ഇസ്ലാം യാതൊരുവിധ തടസ്സവും പറഞ്ഞിട്ടില്ല. പണ്ട് കാലം മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന പുണ്യപ്രവൃത്തിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അന്നും ഇന്നും ആ ബന്ധങ്ങളുണ്ട്. അതിനപ്പുറം ആഘോഷങ്ങളിൽ കൈകടത്തി അവരുടെ മതത്തിന്റെ ആദർശത്തിനുള്ളിലേക്ക് നമ്മൾ ചേക്കേറാൻ പാടില്ല. അത് ഈ ഉമ്മത്ത് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിരോധാഭാസമാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അത് വളരെയേറെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ആഖിബത്ത് നന്നാവൂല, ആഖിബത്ത് മോശമാവും. അള്ളാഹുവെ ഞങ്ങളെ നീ കാക്കണേ അല്ലാ, അന്ത്യം നന്നാക്കി തരണേ അല്ലാ. നമ്മളൊക്കെ അള്ളാഹുവിനെ നേർക്കുനേരെ കാണണമെന്ന് ആശിക്കുന്നവരാണ്. ആണോ അല്ലയോ? ആണോ? ആണ്. ഓ പിന്നെ നമ്മുടെ കണ്ണുകൾ കൊണ്ട്, നമ്മുടെ കൈകൾ കൊണ്ട്, നമ്മുടെ കാലുകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് പോകാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി പറയുകയാണ്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറളൂ ബിൽ ഹയാത്തിദ് ദുനിയാ വതമഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ലഗാഫിലൂൻ ഉലൈക മഅവാഹും ജഹന്നം ബിമാ കാനൂ യക്സിബൂൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ലോകരെ അടയാളപ്പെടുത്തുകയാണ്. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറളൂ ബിൽ ഹയാത്തിദ് ദുനിയാ. അല്ലാഹുവിന്റെ ലിഖാഇനെ ആഗ്രഹിക്കാതെ കേവലം ഈ ദുനിയാവ് കൊണ്ട് മാത്രം ലക്ഷ്യം വെച്ച് നടന്നവൻ, ഈ ദുനിയാവിന്റെ പിറകെ നെട്ടോട്ടമോടിയവൻ, രാവിലെ സുബൈക്ക് തുറന്നു വെച്ചതാകുന്ന കടയാണ് സുബൈ പോലെ നമസ്കാര ചിട്ട വെക്കുന്നവനല്ല. ളുഹറില്ല, അസറില്ല, മഗ്രിബില്ല, ഇശായില്ല, ഒരു നമസ്കാരം പോലും കൃത്യതയില്ല. സദാസമയവും പരിപൂർണമായ കച്ചവടത്തിന്റെ തിരക്കിലാണ്, ദുനിയാവിന്റെ പിറകെ ഓടുകയാണ്, ആഖിറത്തെ പരിപൂർണമായി മറക്കുന്നവനാണ്. ഈ രീതിയിൽ കേവലം ദുനിയാവ് കൊണ്ട് പരിപൂർണമായി സംതൃപ്തിപ്പെട്ട് അള്ളാഹുവിനെ നേർക്ക് നേരെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമില്ലാതെ ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രമിക്കുന്നവരുണ്ടോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അവർക്ക് തീർച്ചയായിട്ടുണ്ടാകുന്നത് നരകമാണ്, നരകമാണ്. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറളൂ ബിൽ ഹയാത്തിദ് ദുനിയാ. ഈ ദുനിയാവിന്റെ ജീവിതം കൊണ്ട് സംതൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആളുകളില്ലേ, ഈ ദുനിയാവിൽ തന്നെ ഏതെല്ലാം സിനിമാ പാട്ടുകളുണ്ടോ അത് മുഴുവനും ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നതായ നവതലമുറയിലുള്ള യുവാക്കളില്ലേ, യുവതികളില്ലേ, കേൾക്കാത്തതാകുന്ന പാട്ടില്ല, കാണാത്തതാകുന്ന സിനിമകളില്ല. രാത്രിയുടെ യാമങ്ങളിൽ ആരോരുമില്ലാത്ത സമയത്ത് ഡബ്ല്യു അടിച്ചുകൊണ്ട് അശ്ലീലത ലോകത്തേക്ക് കണ്ണു നട്ടിരിക്കുന്നതായ മുസ്ലിം ചെറുപ്പക്കാരില്ലേ, സഹോദരിമാരില്ലേ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഉലൈക മഅവാഹും ജഹന്നം. അവർക്കുള്ള അഭയകേന്ദ്രം കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകമാണ്, നരകമാ. അല്ലാ, ഈ ദുനിയാവിൽ അവർ ചെയ്തതാകുന്ന നീചവൃത്യങ്ങൾ കാരണമായി അല്ലാഹു നാളെ നരകം അവർക്ക് സമ്മാനിക്കവേ എന്ന് വിശുദ്ധമായ ഖുർആൻ. കേവലം 10 വിറകൊള്ളികൾ ചേർത്ത് വെച്ചുകൊണ്ട് കത്തിക്കുന്നതായി നരകത്തെ കാണല്ലേ പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ ദുനിയാവിലുള്ളതാകുന്ന സകലമാന വൃക്ഷലതാദികളും, ലോകത്തുള്ള സർവ്വ വൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ട് കൊണ്ട് പരിപൂർണമായി കത്തിച്ചാലും ലകാനൽ ജുസുൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. ജഹന്നം എന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് വളരെ ചെറുതാണ്, ചെറുതാണ്, ചെറുതാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വലൗ ജുമിയ ഹതബുദ് ദുനിയാ കുല്ലഹാ ലകാനൽ ജുസുൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ.
കേവല കാസർഗോഡുള്ളതാകുന്ന വൃക്ഷലതാദികൾ സസ്യലതാദികൾ മാത്രമല്ല, കേരളത്തിലേതാകുന്ന സസ്യലതാദികൾ വിശ്വലതാദികൾ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളതാകുന്ന വൃക്ഷങ്ങളില്ലേ, ഇന്നും മനുഷ്യൻ സഞ്ചരിച്ച് തീർക്കാത്തതാകുന്ന ആമസോണിന്റെ വിവിധ ഭാഗങ്ങൾ, അതിൻ്റെതാകുന്ന ഉൾപ്രദേശങ്ങൾ, ആ കാട്ടിലുള്ളതടക്കം ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും സസ്യലതാദികളും ഒരുമിച്ചിട്ടുകൊണ്ട് മുറിച്ചിട്ട് മരക്കഷ്ണങ്ങളാക്കി അതെല്ലാം കൂടിയിട്ടുകൊണ്ട് കത്തിച്ചാലും അല്ല പടച്ചതാകുന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ നബി തങ്ങൾ പറഞ്ഞത് 3000 വർഷമാണ് നരകത്തെ സൃഷ്ടിക്കാൻ എടുത്തിട്ടുള്ളത്. 1000 വർഷം കത്തിച്ചപ്പോൾ തന്നെ നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നുപോയി. വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ചപ്പോൾ ആ ചുവപ്പ് മാറിയിട്ട് വെളുപ്പിലേക്ക് എത്തിപ്പോയി. വീണ്ടും 1000 കൊല്ലം കൂടി കത്തിക്കാൻ അള്ളാഹു ഓർഡർ ഇടുകയാണ്. 3000 വർഷം നിരന്തരമായി നരകത്തെ കത്തിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, അത് വല്ലാതെ കറുകറുത്തു പോയി. സാബാ വഹിയ സൗദാഉൻ മുളിമാ. ആര് കണ്ടാൽ പേടിക്കുന്ന ഭയക്കുന്ന ഭയാനകമാകുന്ന ഇരുൾ മുറ്റപ്പെട്ടതാകുന്ന നിലത്തിലേക്ക് നരകത്തെ അള്ളാഹു മാറ്റിക്കളഞ്ഞു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ ദുനിയാവിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ദിക്റ് ചൊല്ലാതെ ഖുർആൻ ഓതാതെ നമസ്കരിക്കാതെ പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് കള്ളു കുടിച്ച് വ്യഭിചരിച്ച് സിനിമ കണ്ട് സീരിയൽ ദർശിച്ച് റീൽസിന്റെ പിറകെ പോയി ടറഫുകളുടെ പിന്നിലാം പുറത്തു പോയി കളിച്ച് തമാശിച്ച് ഇബാദത്തുകളെ കളിതമാശയാക്കുന്നവരെ, ആലിമീങ്ങളെ വാതുകളെ ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കടത്തിവിട്ട് അതിനെ പരിഹസിക്കുന്നവരെ, നാളെ ആഖിറത്തിൽ ഹിസാബാണ്, നരകം സുനിശ്ചിതമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവർക്ക് വേണ്ടിയുള്ളതാണ് നരകം. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് എത്തുമോ വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു കൂട്ടുകാരൻ പോലും നിന്നെ രക്ഷപ്പെടുത്താനുണ്ടാവില്ല, നിന്നെ തുണയ്ക്കാൻ ഒരു കൂട്ടുകാരൻ പോലും നിനക്കുണ്ടാവുകയില്ല. ഈ ദുനിയാവിൽ നീ ത്രിബിള് വെച്ചുകൊണ്ട് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോ പോലീസ് പിടിച്ചു, ഇതാ നിന്നെ കൊണ്ടുവന്ന് കേസ് റിപ്പോർട്ടു, അതിൽ നിന്ന് ഊരിപ്പോകാൻ പണം കൊടുത്താലും ചിലപ്പോൾ ആൾ ജാമ്യം നിന്നാലും നിനക്കാരെങ്കിലും റെക്കമെൻഡ് ചെയ്താലും ഇറങ്ങി പുറപ്പെടാൻ പറ്റുമെങ്കിൽ നാളെ അള്ളാന്റെ ദർബാറിൽ പറ്റില്ല കേട്ടോ. വലാ തസിറു വസിറത്തുൻ വിസറ ഉഖറാ. ഒരാളും മറ്റൊരാളുടെ പാപഭാരങ്ങൾ ഏറ്റെടുക്കാത്ത ഒരേ ഒരു സ്ഥലമാണ് മഹ്ശറ. ഈ ദുനിയാവിൽ നീ ചെയ്തതാകുന്ന കൊലപാതകം മറ്റൊരുത്തൻ ഏറ്റെടുക്കാ. 12 വർഷം ജീവപര്യന്തം കിട്ടിയാലും പ്രശ്നമില്ല, എൻ്റെ കുടുംബത്തെ പോറ്റാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്താൽ മതി എന്ന് പറഞ്ഞ് സമ്പത്തിന്റെ വിഷയത്തിൽ പരിപൂർണമായി കൈകൊടുക്കുന്നതാകുന്ന ആളുകളുണ്ട്. എന്നാൽ നാളെ മഹ്ശറയുടെ ശിക്ഷയുടെ വിഷയത്തിൽ വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു കൂട്ടുകാരൻ പോലും നിനക്ക് തുണയുണ്ടാവൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാൻ നിർത്തുന്നു, ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കൾ ഇന്നത്തെ തലമുറയിൽ എങ്ങോട്ടാണ് പോകുന്നത്? വിദ്യാഭ്യാസം നുകരാൻ കലാലയത്തിലേക്ക് പോകുന്ന മക്കളാകട്ടെ, അല്ലാത്തവരാകട്ടെ, ലഹരിക്ക് ഏറ്റവും കൂടുതൽ അടിമപ്പെട്ടവരായി നമ്മുടെ മക്കൾ മാറുന്നു. അള്ളാഹു നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കട്ടെ. ന്യൂ ഇയറിന്റെ ആഘോഷവേളകളിലൊക്കെ ആഘോഷിച്ച് തീർത്തിട്ട് കാർ ഓടിച്ചു പോയതാകുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാരി കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും, വാഹനാപകടത്തിൽ മരണപ്പെട്ടുപോയി. നമ്മുടെ മക്കളുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു മക്കളുടെ ദറജ ഉയർത്തട്ടെ, ഖബർ അള്ളാഹു വിശാലാക്കട്ടെ. അറിവില്ലായ്മയുടെ പേരിൽ തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടുന്ന മക്കൾ, മാതാപിതാക്കൾ വലിയ പ്രതീക്ഷയോട് വളർത്തിക്കൊണ്ടുവരുന്നതാകുന്ന തലമുറ കള്ളിനും കഞ്ചാവിനും ലഹരിക്ക് അടിമപ്പെട്ടവരായി പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് വ്യതിചരിച്ചവരായി ഇന്നത്തെ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരണത്തിൽ ഔലിയാക്കളിലേക്ക് നമ്മൾ ചേരിൻ. ഇത്തരത്തിലുള്ള ആത്മീയമാകുന്ന സദസ്സുകൾ നമുക്ക് ആത്മീയമാകുന്ന ഉണർവ് പകരാൻ അതിന് കാരണമായി തീരും. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. മഹാന്മാരെ സ്നേഹിക്കുന്നതിലൂടെ, മഹാന്മാരുടെ പൊരുത്തം കാംക്ഷിക്കുന്നതിലൂടെ,
അവരെ സിയാറത്ത് ചെയ്യുന്നതിലൂടെ തീർച്ചയായും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമുക്കുണ്ടാകും. നമ്മുടെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ പ്രഭയുണ്ടാകും. അള്ളാഹു അത്തരത്തിൽ അവരുടെ പൊരുത്തം നേടിയെടുത്ത യഥാർത്ഥ മോമിനീങ്ങൾ അള്ളാഹു നമ്മളെ ചേർക്കുമാറാവട്ടെ.